ആദ്യത്തെ 4 ചരിത്ര പുസ്തകം ഒരു വ്യക്തിയുടെ ചരിത്രം, യേശു ക്രിസ്തുവിന്റെ ചരിത്രമാണ്. ആദ്യത്തെ 4 പുസ്തകം ഒരു വ്യക്തിയുടെ ചരിത്രം, അത് യേശു ക്രിസ്തുവിന്റെ ചരിത്രം. ഞാൻ എല്ലാ ഇടങ്ങളിലും പറയും, എപ്പോഴും പറയുന്ന കാര്യം, നല്ല ചരിത്രം അത് യേശുവിന്റെ ചരിത്രമാണ്. കേൾക്കാൻ കൊള്ളാവുന്ന ചരിത്രം യേശുവിന്റെ ചരിത്രമാണ്. മനുഷ്യൻ കേട്ടിരിക്കുന്ന ചരിത്രം യേശുവിന്റെ ചരിത്രമാണ്. കേട്ടാൽ മനോസുഖവും ഗുണവും വരുന്ന ചരിത്രം യേശുവിന്റെ ചരിത്രമാണ്. 1-ാം പ്രതി ഞാനാ പൗലോസ്, ആ പാപികളിൽ 1-ാമൻ ഞാനെന്ന് പറഞ്ഞതുപോലെ ഞാനാ. നമ്മുടെ ഒന്നും ചരിത്രം പറയാതിരിക്കുന്നതാ നല്ലത്. അതെ, നമ്മുടെയൊക്കെ ചരിത്രം അന്യ നാട്ടിൽ ചെന്ന് പറഞ്ഞാൽ എല്ലാവരും കേട്ടിരിക്കും, നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ എല്ലാവരും ഒന്നും മിണ്ടുന്നില്ല. അതുകൊണ്ടല്ലയോ നമ്മളെല്ലാം ദൂരോട്ട് പോയല്ലേ ഒത്തിരി ചരിത്രങ്ങൾ മിണ്ടുന്നില്ല, ആരും മിണ്ടുകയെന്ന് എനിക്കറിയാം. എല്ലാവരും ഞാൻ സഹിത എന്റെ 1-ാം പ്രതി ഞാനാന്ന് പറഞ്ഞല്ലോ, ആദ്യ പ്രതി ഞാനാ. നിങ്ങൾ ചിന്തിക്കരുത് ഒരു പരമവിശുദ്ധം വന്ന് ചാടി 8 മണിയായപ്പോ, അതൊന്നും ചിന്തിക്കണ്ട. നമ്മുടെ ചരിത്രങ്ങൾ അധികം പറയാതിരിക്കുന്നതാ നല്ലത്. ഒരിക്കല് ഒരാള് കുടുംബചരിത്രവും ഞങ്ങൾ ഇന്നതായിരുന്നു, ഇന്ന ഫാമിലിയാ, ഞങ്ങൾ ഇന്ന കുടുംബക്കാരാന്നൊക്കെ വലിയ കണതി പറഞ്ഞപ്പം പന്തലിരുന്നോളെ എന്റെ അടുത്തിരുന്ന പറഞ്ഞു, എന്റെ ചരിത്രം, എന്റെ അമ്മയുടെ അനിയത്തി 3 പേരുടെ കൂടെ പോയ ചരിത്രം എനിക്കറിയാമെന്ന്. ഇപ്പൊ പിന്നെ 4-ാമതൊരുത്തിന്റെ കൂടെ അത് നിൽക്കുമോ എന്ന് അറിയത്തില്ലെന്ന്. അങ്ങനെ ഉണ്ട്. ആവശ്യമൊക്കെ എന്നെ ഒരു സങ്കടം പോലെ ഉള്ള കാര്യമാണ്, എന്നോട് പറഞ്ഞ കാര്യമാണ്. നമ്മുടെ ചരിത്രങ്ങളൊന്നും അധികം വിളമ്പാതിരിക്കുന്നതാ നല്ലത്. ചെല്ലു പറയത്തിൽ ചോദിച്ചപ്പോൾ ഭയങ്കര സാക്ഷ്യമാണ്. എന്തോ സാക്ഷി? ഒറ്റവാക്കി വേണേ പറയൂ, യേശു എന്നെ രക്ഷിച്ചു. അത് പറയാം. ഞാനൊരു മഹാപാപിയായിരുന്നു, ഒരു കണ്ണിന് പോലും എന്നോട് ദയ തോന്നിയില്ല. ഞാൻ എല്ലാവരും വെറുക്കപ്പെട്ട് തള്ളപ്പെട്ട് പാപത്തിന്റെ പടുകുടിയിൽ കിടന്നതാ. എന്റെ യേശു എന്നെ രക്ഷിച്ചു. അത് വിലപ്പെട്ട സാക്ഷ്യമാണ്. ഈ അമ്മച്ചി ആ സാക്ഷ്യമൊക്കെ എപ്പോഴും പറയാറുണ്ട്. ദൈവത്തിന്റെ മഹത്വം. മറ്റ് ചരിത്രങ്ങളൊന്നും പറയാതിരിക്കുന്നതാ. പേരും സ്ഥലവും ഒന്നും ഞാൻ പറയുന്നില്ല. ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, പേരൊന്നും പേര് പറഞ്ഞാൽ നിങ്ങൾ പ്രയാസപ്പെടും, എന്തിനാ? എന്നോട് ഞാൻ ചോദിച്ചു, നേരത്തെ വർത്താനം പറഞ്ഞ കൂട്ടത്തിലുണ്ട്. പറഞ്ഞു, എടാ ഞങ്ങൾ പണ്ട് രാജാക്കന്മാരായിരുന്നെന്ന് പറഞ്ഞു. വണ്ടിക്കൂലിക്ക് കാശില്ല, വണ്ടിക്കൂലിക്ക് കാശില്ല, ഞങ്ങൾ രാജാക്കന്മാരായിരുന്നു. ആയിക്കോട്ടെ. അങ്ങനെ വേറൊരു പുള്ളി ഇദ്ദേഹം പോയപ്പോ എന്നോട് പറഞ്ഞു, അനീഷ് അല്ലാതെ ഈ പൊട്ടത്തരമൊക്കെ കേട്ടിരിക്കുമോ? നമ്മുടെ ചരിത്രമൊന്നും അധികം പറയണ്ട. നല്ല ചരിത്രം യേശുവിന്റെ ചരിത്രമാണ്. കേൾക്കാൻ കൊള്ളാവുന്ന ചരിത്രമാണ്. കേട്ടിരുന്നാൽ വിടുതല നടക്കുന്ന ചരിത്രമാണ്. കാരണം ഈ ചരിത്രം, യേശുവിന്റെ ചരിത്രം കേട്ടാൽ രോഗശാന്തി ഉണ്ടാകും. യേശുവിന്റെ ചരിത്രം കേട്ടാൽ ഭൂതങ്ങൾ വിട്ടുമാറും. യേശുവിന്റെ ചരിത്രം കേട്ടാൽ അവൻ അത്ഭുതങ്ങൾ നടക്കും. മുടന്തര് നടക്കും, ചെകിടർക്ക് കേൾവി ഉണ്ടാകും, ഊമര് സംസാരിക്കും. അവൻ മരിച്ചവന്റെ മഞ്ചത്തിൽ തൊട്ടപ്പോൾ അവൻ ചേടിയെടുത്തു, മരിച്ചവൻ ഉയർക്കും. ഇന്ന് നല്ല ചരിത്രം യേശുവിന്റെ ചരിത്രമാണ്. അതുകൊണ്ട് എവിടെയും എല്ലായിടങ്ങളിലും എല്ലാ സ്ഥലത്തും ഉയർത്തുവാനും പറയാനും പറ്റുന്ന നല്ല ചരിത്രമാണ് യേശുവിന്റെ ചരിത്രം. ദൈവത്തിന്റെ മകൻ ഇതുപോലെ നല്ലൊരു ചരിത്രം വേറെ ഇല്ല. യേശു നായകൻ, സമാധാന നായകൻ, നിനക്കെന്നും ധനമേ, എന്തിനാകുലം കലരും മനമേ, എന്തിനാകുലം കലരും മനമേ. യേശു നായകൻ, സമാധാന നായകൻ, നിനക്കെന്നും ധനമേ, എന്തിനാകുലം കലരുന്ന മനമേ, എന്തിനാകുലം കലരുന്ന മനമേ. നിൻസഹായകൻ അവൻ ശക്തനാകയ, നിനക്കു
ജയമേ ലോകപോരിതിൽ അനുദിനം ജയമേ ലോകപോരിതിൽ അനുദിനം ജയമേ യേശുനായകൻ സമാധാന നായകൻ നിനക്കെന്നും ധനമേ എന്തിനൂലം അലരുന്ന മനമേ എന്തിനൂലം അലരുന്ന മനമേ. ഇന്ന് രാത്രി നല്ല ചരിത്രം അത് യേശുവിന്റെ ചരിത്രമാണ്. അപ്പോൾ ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകങ്ങളാ. അതിൽ 4 പുസ്തകം യേശു ക്രിസ്തുവിന്റെ ചരിത്രം. 5ാമത്തെ പുസ്തകം ചരിത്ര പുസ്തകം അപ്പോസ്തല പ്രവർത്തിയാണ്. ആ ചരിത്രം ആദിമസഭയുടെ ചരിത്രമാണ്. ആദിമസഭ. അപ്പൊ ചിലക്കൊരു ചിന്ത, ആ സഭ ഏതാണ്? കത്തോലിക്കയല്ല, യാക്കോബായി ഓർത്തഡോക്സ് ഒന്നുമല്ല, CSI CMS ആംഗ്ലിക്കന് സാൽവേഷൻ ആർമി ഇതൊന്നും അല്ല, ഈ സഭയൊന്നും അല്ല, മാർത്തോമ അതുമല്ല, കൽദായ സുറിയാനി അതുമല്ല, സിറിയൻ അതിന്റെ പേരേ മിണ്ടരുത്, ഇതിന്റെ ഒന്നും ഇതൊന്നും അല്ല, കനാനായ കത്തോലിക്കര് അതുമല്ല, പെന്തിക്കോസ് അതിന്റെ ആ കാര്യമൊന്നുമല്ല, ബ്രദർകാര് അതിന്റെ കാര്യമല്ല. ഈ അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുന്ന പുസ്തകത്തിലെ ചരിത്രം ഈ പറഞ്ഞ സഭക്കാരുടെ അല്ല. ഇതിനകത്തെ ചരിത്രം രക്ഷിക്കപ്പെട്ടവരുടെ ചരിത്രമാണ്. 2-ാം അധ്യായത്തിന്റെ ഒടുവിൽ വായിക്കുന്നത് കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി അവരുടെ കാര്യമാണ്. അസംബ്ലീസ് ബോർഡിന്റെ കാര്യവുമല്ല, ചർച്ച് ബോർഡിന്റെ കാര്യവുമല്ല, ഷാരോന്റെ കാര്യവുമല്ല, IPCയുടെ ഒന്നും അല്ല ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഏത് അപ്പോസ്തല പ്രവൃത്തി 2 ഓരോ സഭക്കാർ പറയാണ് ഞങ്ങളുടെ ചരിത്രമാണ്. പിന്നെ നിങ്ങളുടെ ചരിത്രമൊന്നും പറയാതിരിക്കുന്നതാ. ഓരോ സഭയുണ്ടായതും അത് വിരിഞ്ഞതും അത് വന്നതും ഒന്നും ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. ഇതിന്റെ ഒന്നും കാര്യമല്ല അവിടെ പറഞ്ഞേക്കുന്നത്. ഇത് രക്ഷിക്കപ്പെട്ടവരുടെ ചരിത്രമാണ്. കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി ആ സഭയുടെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വേറൊരു ചരിത്രമല്ല. അപ്പോൾ ആദിമ സഭയുടെ ചരിത്രം, ആദ്യത്തെ 4 പുസ്തകം യേശു ക്രിസ്തുവിന്റെ ചരിത്രം, 5ാമത്തെ ചരിത്ര പുസ്തകമാകുന്ന അപ്പോസ്തല പ്രവൃത്തി ആദിമ സഭയുടെ ചരിത്രം. പിന്നെ 21 ലേഖനങ്ങളാണ്. ഞാൻ എന്താ ഇങ്ങനെ പറഞ്ഞു? ഇപ്പം ഇവിടെ വന്നിരിക്കുന്ന പെന്തിക്കോസ്തുകാരും പാസ്റ്റർമാരും വിശ്വാസികളൊക്കെ ചോദിക്കും, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നിങ്ങളോടല്ലല്ലോ ഈ പറയുന്ന കൂടുതലും. അറിയാത്ത ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അറിവിനെ ഈ പുസ്തകം എന്നാണെന്ന് പരിചയപ്പെടുത്തണ്ടായോ? നേരെ വെളുക്കുമ്പോൾ നമ്മൾ ഇത് എടുത്തുകൊണ്ട് നെടുക ഓടുക. നാട്ടുകാരെ തന്നെ കാണാം, കനക്കാനുള്ളൊരു പുസ്തകമായിട്ട് ഓടുന്ന കാണാം. ചിലരോട് ചോദിക്കുക, എന്തു അമ്മേ അല്ലെ അച്ചായ അതിനകത്ത് എന്നാണെന്ന് അറിയാമല്ലേ, പുസ്തകം ഇല്ലാതെ അങ്ങോട്ട് ചെല്ലാൻ ഒക്കത്തില്ല, ഉപദേശി ഒരു മൊരടനാ അല്ലെ എന്നാ ഉണ്ടെ പുസ്തകം എന്ത് ചെയ്യുന്നു ചോദിക്കുക. അതിനകത്ത് എന്നാണെന്ന് പുള്ളി ചോദിച്ചില്ലേലും പുസ്തകം പിടിച്ചോണ്ട് നടക്കുകയാണെങ്കിൽ പുള്ളിക്കും സന്തോഷം. അപ്പൊ ചിലർ അങ്ങനെ പുസ്തകമായിട്ട് നടക്കുന്നത് എന്നാന്ന് അറിയാൻ മേല, അതിനാ ഇത് പറഞ്ഞു തരുന്നത്. അപ്പൊ അങ്ങനെയുള്ള പുതിയ നിയമത്തിലെ 27 പുസ്തകം, ആ 21 ലേഖനം, റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനം, 21 ലേഖനങ്ങൾ ഉപദേശങ്ങളാണ്. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സഭയിൽ വരുന്ന ഒരു വ്യക്തി ഇനി പിന്നെ ജീവിക്കേണ്ടത് ഉപദേശപ്രകാരമാണ് ജീവിക്കേണ്ടത്. അതിനാ റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനം മുഴുവൻ ഉപദേശമാണ്. റോമാലേഖനം വിശ്വാസത്താനുള്ള നീതീകരണം, കൊരിന്ത ലേഖനം നീതീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ വിശുദ്ധീകരണം, അങ്ങനെയുള്ള വിശുദ്ധന്മാരുടെ സ്വാതന്ത്ര്യം അതാ ഗലാത്യ ലേഖനം, അവരുടെ സ്ഥാനമാനം എഫേസ്യ ലേഖനം, അവരുടെ സന്തോഷം ഫിലിപ്പിയ ലേഖനം, അവരുടെ പ്രത്യാശ തെസ്സലോനിക്ക ലേഖനം, അവരുടെ പ്രമാണം തിമോത്തിയോസും തീത്തോസും ലേഖനം. ഇങ്ങനെ അതിന്റെ ഉപദേശ വിഷയങ്ങൾ. ഒടുവിൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവവുമുണ്ട്. അങ്ങനെയാണ് ഉപദേശ വിഷയങ്ങൾ നിർത്തുന്നത്. ഒടുവിൽ മറ നീക്കി വെളിപ്പെടുത്തിയ വെളിപ്പാട് പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. ഈ വെളിപ്പാട് പുസ്തകത്തെ പറ്റി ഒത്തിരി തർക്കവും മാനവും ഒക്കെ ഉണ്ട്. വെളിപ്പാട് പുസ്തകത്തിന്റെ പല വ്യാഖ്യാന പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, നിങ്ങളുടെ കയ്യിലും കാണും. ഒറ്റ എഴുത്തുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും യോജിക്കുകയല്ല. നിങ്ങൾ പുസ്തകം മൊത്തം വായിച്ചോ, വെളിപ്പാട് പുസ്തകം എഴുതിയിട്ടുള്ള മുഴുവൻ പുസ്തകവും നിങ്ങൾ വായിച്ചോ, ആരും തമ്മിൽ യോജിക്കുന്നില്ല. ഒരാൾ ഒരു വിഷയത്തിൽ ചോദിച്ചോണ്ട് അടുത്ത പുള്ളി എഴുതുമ്പോൾ ഇതിനെ കണ്ണിക്കുക, ഉടനെ വേറെ ഒരു പുള്ളി ഇരുന്ന് ഇതിനെ 2 കണ്ണിക്കുക. അപ്പം വേറൊരു മിടുക്കം വന്നു വെച്ചും അടിമൊത്തത്തിൽ കണ്ണിക്കുക.
ചുരുക്കി പറഞ്ഞ മനുഷ്യനിട്ട് കുഴക്കുക. എല്ലാരും പണ്ഡിത ശിരോമണികളും. എന്നാ ഞാൻ ഈ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ പറയാം. പുസ്തകം മറ്റേ പുസ്തകമൊക്കെ അവിടെ ഇരിക്കട്ടെ, എല്ലായിടത്തും പറയുന്നതാ. ന്യായമാണെന്ന് അംഗീകരിച്ചാൽ മതി, ഇല്ല നിങ്ങളും കണ്ണിച്ചു. ചുമ്മാ ഇരിക്കുകയല്ലോ, കണ്ണിക്കുവോ? ഈ വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം പലരും പലതാ പറയുന്നത്. ചെല്ലു പറഞ്ഞ വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്നാന്നറിയാമോ? എന്തുവാ? മഹോദരവം. അത് വിഷയമാ, അതൊന്നും അല്ല പ്രധാന വിഷയം. ചില ആൾക്കാർ പറഞ്ഞ വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം 666. അത് വിഷയമാ, അതൊന്നും അല്ല പ്രധാന വിഷയം. 3-6 എഴുതി കാണുന്നത് പ്രധാന വിഷയമാകുമോ? അതൊരു മുദ്ര എന്നേ ഉള്ളൂ. അതിനെ മുദ്ര, അത് മുദ്ര എന്ന് പറഞ്ഞാൽ വേറെ മുദ്ര ഏൽക്കപ്പെട്ടവരുണ്ട്, തെറ്റാതിരിക്കാനാ. അത് നമ്മുടെ വിഷയമല്ല, പോട്ടെ. വേറെ ചില ആൾക്കാർ ധരിച്ചു വച്ചിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം 144,000 പേരാണ്. അതിന് തർക്കവും മാനവും ഒക്കെ അങ്ങ് നടക്കുക. അത് വിഷയമാ, അതൊന്നുമല്ല വിഷയം, പ്രധാന വിഷയം. വേറെ ചില ആൾക്കാർ ധരിച്ചു വച്ചേക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം കുഞ്ഞാടിന്റെ കല്യാണം. കല്യാണം ഒരു വിഷയമാ, മിക്കവർക്കും അതാ വിഷയം. സ്വാഭാവികം വിഷയമല്ലെങ്കിലും കല്യാണം വിഷയമാ. സ്വാഭാവികത്തിന് വന്നില്ലെങ്കിലും കല്യാണത്തിന് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം കുഞ്ഞാടിന്റെ കല്യാണമല്ല. വേറെ ചില ആൾക്കാർ ധരിച്ചു വച്ചേക്കുന്ന വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം പുതിയ യെരൂശലേം, ഭർത്താവിനായിട്ട് അലങ്കരിച്ച മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിറങ്ങി വരുന്നെന്ന്. അതാ പ്രധാന വിഷയം എന്ന് ചിലരുടെ ധാരണ. അത് ഒരു വിഷയമാണ്, പക്ഷെ അതല്ല പ്രധാന വിഷയം. 1000 ആണ്ട് വാഴ്ച, അതൊന്നും അല്ല വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം. എന്തുവാ എല്ലാം വിവരിക്കാൻ നേരമില്ല. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം 1-ാം വാക്യം വായിച്ചേ ദൈവദാസി. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാന വിഷയം, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം അറിവുള്ള വാക്യമെങ്കിലും വായിച്ചു. അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അമ്മച്ചിയുടെ മരുമകളല്ലേ ഇത്? അവിടെ സഭ വന്നതല്ലേ? എന്നാ വായിച്ച്. ആദ്യം മുതലുള്ളതും ഏതാ വായിക്കുന്നത്? അത് യോഗന്നാന്റെ ലേഖനമാണ് എന്റെ അമ്മേ. വെളിപ്പാട് പുസ്തകം 1-ന്റെ 1. അതാ ഒന്നുകൂടെ വായിച്ചു, മൈക്കിൽ കൂടെ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. അതാ ഇതിലെ പ്രധാന വിഷയം. എന്തോ? യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. മതി മതി മതി, അതാ പ്രധാന വെളിപ്പാട്. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം മൃഗമല്ല, 666 അല്ല, 144 അല്ല, 2 സാക്ഷിയല്ല, പുതിയ യെരൂശലേമല്ല, കല്യാണമല്ല. അതൊക്കെ വിഷയങ്ങളാ. പക്ഷേ വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. അല്ല, അതാ ഏറ്റവും വലിയ വെളിപ്പാട്. ഞാനും നിങ്ങളും കണ്ടിരിക്കേണ്ട വെളിപ്പാടും അറിഞ്ഞിരിക്കേണ്ട വെളിപ്പാടും അനുഭവിക്കേണ്ട വെളിപ്പാട് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. ഈ വെളിപ്പാടാ കാണണ്ട. ആ വെളിപ്പാട് യോഹന്നാനെ പ്രദർശിപ്പിച്ച് കാണിച്ചല്ലോ. 12 മുതൽ വായിച്ചു. 13 തിരിഞ്ഞപ്പോഴാണ് 12 മുതൽ വായിച്ചു. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണാൻ ഞാൻ തിരിഞ്ഞു. 13-ാം വാക്യം. തിരിഞ്ഞപ്പോൾ 7 പൊൻനിലകളെയും നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകെട്ടിയവനായി മനുഷ്യനോട് മനുഷ്യപുത്രനോട് സദൃശ്യനായവനെ കണ്ടു. മതി. പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയം പഞ്ഞി പോൽ. പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയ പഞ്ഞി പോൽ. പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയ പഞ്ഞി പോൽ. വെള്ളോട്ടുത തന്നിൽ കാച്ചി പഴൂലി വെള്ള കുതിര പുറത്തേറി വരും. പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ. പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ.
മനോജന ആദാമിൽ കൂടല്ലോ മനോജന ആദാമിൽ കൂടല്ലോ പാപങ്ങൾ ലോകത്തിൽ ആകെ പരന്നതും ഏവർക്കും പാപ പരിഹാരത്തിനായി സ്വർഗമഹിമകൾ വന്ന പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ. ഈ വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. പക്ഷെ പല ആൾക്കാരും യേശുക്രിസ്തുവിന്റെ വെളിപ്പാടല്ല കാണുന്നതെല്ലാം വേറെയാ. മിക്കവരും കാണുന്നത് സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം. ഈ മൃഗത്തെ കണ്ടും കേട്ടും സ്വഭാവം ഇപ്പം മൃഗത്തിൻ്റെതായി. ഒരു കരുണയോ ആർദ്രതയോ ദയോ മനസ്സിലിവോ അനുകമ്പയോ ഒന്നുമില്ല പലർക്കും. ഞാൻ എന്നെ കൂടെ പ്രതിയാക്കിയ പ്രസംഗവും മൃഗവാ കേട്ടിരിക്കുന്നവർ ഇത് തന്നെ മൃഗത്തെ പറ്റി അതിനതിന് സ്വഭാവവും കടിച്ചു കീറാനും പറിച്ചു കീറാനും ഒക്കെ ഇരിക്കുക, മൃഗതുല്യരായി തീർന്നിരിക്കുക. അപ്പൊ പലരും ഈ മൃഗത്തെയാ കാണുന്നത്, മൃഗത്തെയല്ല കാണുന്ന പാമ്പിനെയാ കാണുന്നത്. 12:3 വായിച്ച് 12:3 വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 3. മൃഗത്തെയും പാമ്പിനെ അല്ല കാണേണ്ടത്, ഇവിടെ പാമ്പിനെയാ കാണുന്നത്. 12:3 വായില് സ്വർഗത്തിൽ മറ്റൊരടയാളം കാണായി. 7 തലയും 7 തല 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ളതും മഹാസർപ്പം. ഒന്നുകൂടെ വായിച്ചേ, കണ്ണിനൊരു ചെറിയ ഉണ്ടെന്ന് തോന്നുന്നു. തീനിറമുള്ളൊരു മഹാസർപ്പം, തീനിറമുള്ള ഒരു മഹാസർപ്പം. അപ്പൊ ചിലര് മൃഗത്തെ കാണുന്നു, ചിലര് മഹാസർപ്പത്തെ കാണുന്നു. അത് കണ്ടു. പക്ഷെ ആദ്യം കാണേണ്ടത് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. ഞാനിങ്ങനെ പറയുന്നത്, യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് കണ്ടിട്ട് പിന്നെ മൃഗത്തെ കണ്ടാലോ പാമ്പിനെ കണ്ടാലോ പേടി വരികയില്ല, വെപ്രാളവും വരികയില്ല. നമ്മൾ ആദ്യം കാണുന്നത് പാമ്പാ, അതല്ല പാമ്പിനെ അല്ല കാണേണ്ടത്. ഞാൻ നിങ്ങളും കാണേണ്ടത് ക്രിസ്തുയേശുവിന്റെ വെളിപ്പാടാണ്. ആ വെളിപ്പാടാണ് 1-ാം അധ്യായത്തിന്റെ 12-ൽ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുയേശുവിന്റെ വെളിപ്പാട്. എന്റെ വിഷയം അതല്ലല്ലോ, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എന്തായാലും വെളിപ്പാട് പുസ്തകം മറനീക്കി ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തി കൊടുത്തതാ. ഇതിലെ പ്രധാന വിഷയം യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. ഞാൻ നിങ്ങൾ കാണേണ്ടതും അറിയേണ്ടതുമായ വെളിപ്പാട് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. അതേ ഭാഗം അങ്ങനെ നിൽക്കട്ടെ, നമ്മൾ എടുത്ത ഭാഗത്തേക്ക് വരണമല്ലോ. അങ്ങനെയുള്ള ഈ സത്യവേദ പുസ്തകത്തിലെ പുതിയ നിയമത്തിലെ 27 പുസ്തകത്തിലെ ആദ്യത്തെ ചരിത്ര പുസ്തകം 5, പിന്നെ 21 ലേഖനങ്ങൾ, ഒടുവിൽ വെളിപ്പാട് പുസ്തകം. ഇന്ന് രാത്രി നമ്മൾ ആ ലേഖന പരമ്പരയിലെ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 4-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ തിരുവെടുത്താണ് വായിച്ചത്. ദൈവദാസി ഒന്നുകൂടെ വായിച്ചു തന്നാട്ടെ. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളണം. ഈ വചനങ്ങളെ കൊണ്ട് ഞാൻ ഓർപ്പിച്ചല്ലോ, തെസ്സലോനിക്കർക്ക് പൗലോസ് 2 ലേഖനം എഴുതി. ഈ 21 ലേഖനത്തിൽ കൂടുതൽ ലേഖനം എഴുതിയത് പൗലോസ. ഏതാണ്ട് 14 ലേഖനം പൗലോസ് എഴുതി. അപ്പോസ്തലനാകുന്ന പൗലോസ്. ശുദ്ധമുള്ള ലേഖനം യാക്കോബിന്റെ 1 ലേഖനം, യൂദയുടെ 1 ലേഖനം, പത്രോസിന്റെ 2 ലേഖനം, യോഹന്നാന്റെ 3 ലേഖനം, ഇങ്ങനെ 21 ലേഖനം. ഇതിലെ പൗലോസിന്റെ ലേഖനങ്ങളെ ദൈവശാസ്ത്രപരമായിട്ട് പഠിക്കുമ്പോൾ 1 രക്ഷാ തത്വശാസ്ത്ര പ്രകാരമുള്ള ലേഖനം, 2 ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനം, 3 സഭാശാസ്ത്രപരമായ ലേഖനം, 4 അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനം. വിവരിക്കുന്നില്ല. 1 രക്ഷാ തത്വശാസ്ത്രം എന്ന് പറഞ്ഞാൽ രക്ഷ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, യേശുക്രിസ്തു മാത്രം. മറ്റൊരുത്തനും രക്ഷയില്ല. അതിനെ 5 പൈസ മുടക്കണ്ട, കാശ് മുടക്കണ്ട, 1/2 മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും കൊണ്ട് കൊടുക്കുകയും വേണ്ട. ഇരിക്കുന്ന കിടത്തിരുന്ന് കയ്യും പൊക്കണ്ട, കാലും പൊക്കണ്ട, അലറുകയും പോവുകയും നിലവിളിക്കുകയോ മാറത്തടിക്കുകയോ ഒന്നും വേണ്ട. ഇരിക്കുന്ന കിടത്തിരുന്ന് ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചാൽ മതി. എന്റെ യേശുവേ, എന്നെ രക്ഷിക്കണം, ഞാൻ പാപിയാ, എന്റെ പാപം ക്ഷമിക്കണം,
എന്നെ കൈവിടരുത്, എന്റെ ഉള്ളത്തിലേക്ക് വരുന്നവർ വന്ന് അവിടെ നിന്ന് രക്ഷിക്കണം എന്ന് ഇന്ന് രാത്രി ആര് പ്രാർത്ഥിക്കും അവരെ യേശു രക്ഷിക്കും. ഒരു വസ്തുവും കൊടുക്കണ്ട. രക്ഷ സൗജന്യമാണ്. ദൈവത്തിന്റെ മകത്ത് ഭൗതികം ഒന്നും കൊടുത്താൽ ഏകത്വമില്ല. കാരണം ഈ ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലം അതിന്റെ നിവാസികളും. അപ്പൊ ഇത് മുഴുവൻ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ദൈവം സൃഷ്ടിച്ച ദൈവത്തിന് നിന്റെ 2 പൂവൻ കോഴി വേണ്ട. കോഴിയുടെ വെള്ളിക്ക് പിടിച്ച് പോവാ, ഇങ്ങോട്ട് പോവാ. ദൈവത്തിന് എന്തിനാ പൂവൻ കോഴി? ഇവിടെ കാട്ടിലോട്ട് ചെന്ന 1000 കാട്ടുകോഴിയാ. അങ്ങനെ കോഴിയെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്റെ പെടയും വേണ്ട, പൂവനും വേണ്ട, ഒന്നും വേണ്ട. ആടും വേണ്ട, കാളയും വേണ്ട, മാടും വേണ്ട, ഒന്നും വേണ്ട. ദൈവത്തിന് നിന്നെ മതി. ഇന്ന് രാത്രി ഒരൊറ്റ വാക്ക് പ്രാർത്ഥിച്ചാൽ മതി. എന്റെ ദൈവമേ, ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. യേശു നിന്നെ രക്ഷിക്കും. ഒന്നുകൂടെ തൊടുകൈക്ക് പറയട്ടെ, യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല. ആൾക്കാർ അങ്ങനെയൊക്കെ തരംതിരിച്ചു വെച്ചിരിക്കുക. ഇത് ഇന്ന ആൾക്കാരുടെ ദൈവമാണ്, അത് ഇന്ന അങ്ങനല്ല. യേശു ക്രിസ്തു മുഴു ലോകത്തിന്റെ ദൈവമാണ്. ഭാഗത്തേക്ക് നമുക്ക് വരാൻ സമയമുണ്ടെങ്കിൽ അപ്പൊ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള രക്ഷാ തത്വശാസ്ത്ര പ്രകാരമുള്ള ലേഖനം. 2 ക്രിസ്തുശാസ്ത്രം, 3 സഭാശാസ്ത്രം, 4 അന്ത്യകാല ശാസ്ത്രം. എല്ലാം നമുക്ക് എപ്പോഴാ അമ്മച്ചി ദിവനാസിനെ എപ്പോഴാ നിർത്തേണ്ടത്? 9:30. മാറ്റി ഞാൻ തരില്ല. ഞാൻ ഇന്നങ്ങ് പറയും. അവസാനം പിന്നെ നിങ്ങൾ രണ്ടും സംസാരിക്കും, എല്ലാവരും അസ്വസ്ഥതപ്പെടും. മാറ്റി ഞാൻ തരും. ദിവനാസിനെ പറയണേ. 9:30 ആകുമ്പോൾ പറയണം. 9:30 എന്നാ പറഞ്ഞേക്കുന്നത്. 9:30 നടത്താം. അപ്പൊ ശ്രദ്ധിക്കുക, അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനമാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-2 ലേഖനം. 2 ലേഖനം തെസ്സലോനിക്കർക്ക് എഴുതി. അതിൽ 1-ാം ലേഖനത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചത്. 2 ലേഖനം. ഈ 2 ലേഖനവും അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനമാണ്. ഞാനിങ്ങനെ പറയുന്നത്, ഈ 2 ലേഖനം, 1-2 ലേഖനം, 2 ലേഖനത്തിൽ 2 വിഷയം. ആ 2 വിഷയം 2 പ്രത്യക്ഷത. ആ 2 പ്രത്യക്ഷത 2 വ്യക്തികളുടെ പ്രത്യക്ഷത. ആ 2 വ്യക്തികൾ, 1 യേശു ക്രിസ്തു, 2 എതിർ ക്രിസ്തു. അതിൽ 2-ാം ലേഖനം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. തെളിവിന് ഒരു വാക്യം ദൈവദാസി വായിച്ചാട്ടെ. 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ തിരുവെടുത്ത് അറിവുള്ള വാക്യം അതിൽ വായിച്ചു. ആ നാളിൽ അല്ല, ആ നാളെ വേണ്ട, നമുക്ക് ഈ നാളെടുക്ക്. 2-9. ഇളയിരിക്കുക. അവർ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നത്. മതി. അപ്പോൾ 2-ാം ലേഖനം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അതാ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. അപ്പോൾ 2-ാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. അതവിടെ വായിക്കുന്നത് അധർമ്മ മൂർത്തി, നാശയോഗ്യൻ, അധർമ്മമൂർത്തി, തുമ്പുകെട്ട കിടകൻ, വരുവാനുള്ള പ്രഭു, എതിർ ക്രിസ്തു. ഇങ്ങനെയുള്ള പ്രയോഗ വിധങ്ങളാണ് വേദപുസ്തകത്തിൽ എതിർ ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2-ാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അതെ, നമ്മൾ 1-ാം ലേഖനത്തിൽ നിന്നാ വായിച്ചേ. 1-ാം ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. എപ്പോഴും ഞാൻ പറയുന്ന കാര്യം, 1-ാം ലേഖനത്തിൽ 5 അധ്യായങ്ങളുണ്ട്. 5 അധ്യായത്തിലും യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് പൗലോസ് തെളിയിച്ചു. ഒരു തർക്കവും വേണ്ട. ഞാൻ വാക്യം പറയാം, എടുത്ത് വായിക്കാമോ? സഹായിക്കാൻ ആരെങ്കിലും ഒരാളോട് വന്ന് വായിച്ചാൽ നല്ലതായി. ദൈവദാസി തന്നെ കിടന്ന് കുഴയുണ്ടല്ലോ. അതോ മൈക്കാർക്കും കൊടുക്കുകയല്ലായിരിക്കും. എന്നാൽ തന്നെ വായിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ 2 പേരോട് ഒരാളുടെ സഹായം, ഒരാളോട് വാ. ഇന്ന് വാക്യത്തിന്റെ അയ്യരുകളില്ല. അപ്പൊ അടുത്തിരുന്നു 2 പേര് ചടികിടാന്ന് 2 പേരോടെ വായിച്ചോണം. കസേര നേരെ എടുക്കുക, മറിഞ്ഞു വീടരുത്, യോഗം മുടങ്ങും. അവിടെ വായിച്ചോ. ദൈവദാസി ആദ്യം 2 പേരോടെ. നിങ്ങൾ ബന്ധുക്കാരാണോ? അപ്പൊ പിന്നെ ഉടക്കുണ്ടാകുകയല്ലോ. അപ്പൊ അതുകൊണ്ട് 2 പേര് മാറി മാറി വായിക്കണം. അപ്പോൾ 1-ാം ലേഖനം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 1-ാം ലേഖനത്തിൽ 5 അധ്യായങ്ങളുണ്ട്. 5 അധ്യായത്തിലും യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് പൗലോസ് തെളിയിച്ചു. 1-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം, 2-ാം അധ്യായത്തിന്റെ 19-ഉം, 3-ാം അധ്യായത്തിന്റെ 13-ഉം, 4-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ടും, 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യവും. ഇനി 1-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം ആയില്ലേ?
പിന്നെ എന്നെ എത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്? തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം ആയിരം. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രഭാമാനം ചേട്ടത്തോടെ തന്നെ കൊടുക്കേ. തെസ്സലോനിക്കർക്ക് എഴുതിയ ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും. ഇങ്ങനെ വായിച്ചാൽ നമുക്ക് 12:30 ആയാലും ഇവിടുന്ന് പോക്ക് നടക്കില്ല. ഞാൻ പറയാം. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്ന് ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് യേശു വരുമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, എന്നാ പിന്നെ താൻ തന്നെ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. അല്ല, അറിയാത്തവർ മനസ്സിലാക്കണം ഇതിനകത്തുള്ള കാര്യം തന്നെയാണ്. അതിനായി വായിപ്പിക്കുന്നത് അതിനാ. ഇതിനെപ്പറ്റി ഗ്രാഹ്യമില്ലാത്തവർക്കും അയാൾ ഏതാണ്ടെല്ലാം വിളിച്ച് പറഞ്ഞേച്ച് വായി വരുന്നതെല്ലാം പറഞ്ഞേച്ചു പോയി. അങ്ങനെയാണല്ലോ എന്നെ പറ്റിയുള്ള അഭിപ്രായം. അതൊക്കെ ബോധവും വിവരമൊന്നും ഉള്ളവനല്ലെന്നാ. അപ്പൊ ഞാൻ പറയുന്നത് ഇതിനകത്തെ കാര്യമാണ് മറ്റുള്ളവർക്കൂടെ കേൾക്കാനും മനസ്സിലാക്കാനാ വായിപ്പിക്കുന്നത്. പിന്നെ വായിപ്പിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇച്ചിരി ഭാഗ്യവും കൂടെ വരട്ടെ. അതിനാ 1-3 വായിച്ചേ. വെളിപ്പാട് 1-3. നിങ്ങൾക്ക് ഭാഗ്യം വന്ന് കിടക്കുക. എന്നാലും 1-3 ഒന്ന് വായിച്ചേ. ഈ പ്രവചനത്തിൽ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവരും ഇത് കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്ന മാനിക്കുന്നവരും ഭാഗ്യവാന്മാർ. നിങ്ങൾക്ക് രണ്ടൊക്കെ ഭാഗ്യം വരാനായി വായിപ്പിക്കുന്നു. അപ്പൊ അമ്മച്ചി മോനും മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു? അവർക്ക് മാത്രമേ ഉള്ളോ ഭാഗ്യം? അല്ല, കേട്ടിരിക്കുന്ന നിങ്ങൾക്കും ഭാഗ്യമാണ്. ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഭാഗ്യമാണ്. അയലത്തുകാർക്കെല്ലാം ഭാഗ്യമാണ്. നിങ്ങൾക്ക് ഭാഗ്യം വരാനും കൂടെ ഈ അമ്മച്ചി ഇങ്ങനെ ഒരു യോഗം ക്രമീകരിച്ചത്. എങ്ങനെയായാലും നിങ്ങൾക്ക് ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ. ഇത് പൂട്ടാൻറ്റാട്ട അടിക്കുന്ന ഭാഗ്യമൊന്നുമല്ല, വചനം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഭാഗ്യം. അപ്പൊ ഈ വചനം ശ്രദ്ധയോടെ വായിച്ചാൽ ഇത് ഭാഗ്യം. വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാന, കേൾക്കുന്നവരും ഭാഗ്യവാന. ഇത് അത് എഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവരും. അതുകൊണ്ടാ വായിപ്പിക്കുന്നത്. അപ്പൊ വായിച്ചു തരണം. ദൈവത്തിന്റെ മകത്ത് തെളിവായി വായിക്കണം. അങ്ങനെയൊക്കെയാ. അതിനെല്ലാം പ്രമാണമുണ്ട്. ഇപ്പം പഠിപ്പിക്കാൻ നേരമില്ല. അപ്പോൾ 5 അധ്യായമുണ്ട് 1-ാം ലേഖനത്തിൽ. 5 അധ്യായത്തിലും യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. ദൈവത്തിന്റെ മകത്വം. യേശു പ്രത്യക്ഷപ്പെടും. 1-ാം അധ്യായത്തിന്റെ 9 മുതൽ പറയുകയാ, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരും എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു വീണ്ടും പ്രത്യക്ഷപ്പെടും. ഇനി 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം വായിച്ച് 2:19. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് മുൻപാകെ അവന്റെ പ്രത്യക്ഷതയും നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ മുൻപാകെ അവന്റെ പ്രത്യക്ഷത, അവിടെയും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. ഇനി 3-ാം അധ്യായത്തിന്റെ 13 വായിച്ച് 3:13. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത അവിടെയും പ്രത്യക്ഷപ്പെടുമെന്ന്. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു അവൻ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത, അവിടെയും യേശു പ്രത്യക്ഷപ്പെടുമെന്ന്. ഇനി 4-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ട് വായിച്ചേ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ യേശു മരിക്കുകയും ജീവിച്ചെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരികയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. അടുത്ത വാക്യം, കർത്താവിന്റെ പ്രത്യക്ഷത. മതി. അവിടെ ഈ യേശു പ്രത്യക്ഷപ്പെടുമെന്നുള്ള പ്രയോഗമാണ് വന്നേക്കുന്നത്. ഇനി 5-ാം അധ്യായത്തിന്റെ 23 വായിക്കുക. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും ശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത. മതി. അവിടെയും പ്രത്യക്ഷപ്പെടുമെന്നാണ് തെളിയിച്ചത്. അപ്പൊ ശ്രദ്ധിച്ചേ, 1-ാം ലേഖനത്തിന് 5 അധ്യായമുണ്ട്. 5 അധ്യായത്തിനും പൗലോസ് തെളിയിക്കുക യേശുക്രിസ്തു വീണ്ടും പ്രത്യക്ഷപ്പെടും. അതാണ് നമ്മുടെ പ്രതീക്ഷയും ആശയും.
നമ്മെ രക്ഷിച്ച് നമുക്ക് വേണ്ടി ജീവനത്തെ നമ്മെ വീണ്ടെടുത്ത യേശു ക്രിസ്തു വീണ്ടും വരും. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് അതാണ് നമ്മുടെ പ്രതീക്ഷ. ദൈവത്തിന് മഹത്വം. അധർമ്മമൂർത്തിയായി വരും അന്തിക്രിസ്തുവിനായി, അധർമ്മമൂർത്തിയായി വരും അന്തിക്രിസ്തുവിനായി വഴി ഒരുക്കും നിസങ്ങൾ, ഭൂമി വഴിയൊരുക്കും നിസങ്ങൾ. എൻ പ്രിയനെ എന്തിനി താമസമോ, എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാണാൻ, എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാണാൻ. പാപത്തെ വെള്ളം പോൽ പാനം ചെയ്തിടുന്ന, പാപത്തെ വെള്ളം പോൽ പാനം ചെയ്തിടുന്ന പാതകർ പെരുകുന്നല്ലോ, ഭൂമി പാതകർ പെരുകുന്നല്ലോ. എൻ പ്രിയനെ എന്തിനെ താമസമോ, എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാണാൻ, എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാണാൻ. അപ്പൊ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത, അതാ ഒന്നാം ലേഖനത്തിന്റെ വിഷയം. യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത ഓർപ്പിച്ചല്ലോ. 5 അധ്യായങ്ങളുമുണ്ട്. 5 അധ്യായത്തിലും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് പൗലോസ് തെളിയിച്ചു. ഇനി 1-2 കാര്യങ്ങൾ ഓർപ്പിച്ച ചെറുത്ത വാക്യത്തോട് കൂറ് പുലർത്തി വരാം. 1-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം ഒന്നുകൂടെ വായിച്ചേ. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇവിടെ 1-ാം അധ്യായത്തിന്റെ 9-10 പൗലോസ് ഒരു കാര്യം പറയുക. നിങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്ന് പറഞ്ഞാൽ, ലിയോ തെസ്സലോനിക്കരെ ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് എങ്ങനെയാണ് ആ ചോദിച്ചതിന്റെ അർത്ഥം. അത് ചരിത്രം ഒത്തിരി പറഞ്ഞ് പ്രസംഗിക്കേണ്ടത് അതിന് മുതിരുന്നില്ല. പൗലോസിന്റെ മിഷനറി യാത്രയിൽ ഉടലെടുത്തൊരു സഭയാണ് തെസ്സലോനിക്ക സഭ. ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. ഈ പരിശുദ്ധാത്മാവ് ആരംഭ സമയത്തൊക്കെ വിലക്കുകയും നടത്തുകയും നയിക്കുകയും പ്രബോധിപ്പിക്കുകയും ആക്കുകയൊക്കെ ചെയ്യുന്ന പരിശുദ്ധാത്മാവ്. അങ്ങനെ വേണ്ടത്. ഇപ്പം മിക്ക സഭകളിലും മിക്ക ഇടങ്ങളിലും പരിശുദ്ധാത്മാവ് അങ്ങനെ ആക്കുകയും അയക്കുകയോ ഒന്നുമില്ല. നമ്മളെല്ലാം തന്നെ കൂടി അങ്ങ് തീരുമാനിക്കുക. ചില സഭകളിലാണ് പരിശുദ്ധാത്മാവ് ഒന്നുമല്ല ആക്കുന്നതും അയക്കുന്നതും പ്രസംഗിക്കാൻ പറയുന്നതും പറയിപ്പിക്കുന്നതും എല്ലാം കമ്മിറ്റിക്കാരും സെക്രട്ടറിയും ട്രഷറും ഒക്കെ അവരാ തീരുമാനിക്കുന്നത്. ഈ പ്രാവശ്യത്തെ നമ്മുടെ കൺവെൻഷൻ ആര് പ്രസംഗിക്കണം, ആര് വരണം, ആർക്കൊക്കെ സമയം കൊടുക്കണം, എത്ര നേരം കൊടുക്കണം, ഇതെല്ലാം കമ്മിറ്റിക്കാരായി ഇപ്പൊ തീരുമാനിക്കുന്നത്. ഇവിടെ പിന്നെ അധികം കുഴപ്പമൊന്നുമില്ല. അവർ തമ്മിൽ തീരുമാനിക്കുക. എന്നാൽ ചിലയിടങ്ങളിൽ ചെന്നാലേ ഒത്തിരി ആൾക്കാർ, അപ്പം ചിലരൊക്കെ ഇഷ്ടപ്പെടാത്തവരെ ചിലര് വിളിക്കുകയല്ല. എനിക്കറിയാം ചില കാര്യങ്ങളൊക്കെ ചിലർ പറഞ്ഞു അല്ലാതെയൊക്കെ അറിയാം. കമ്മിറ്റി എല്ലാം കൂടെ കുടുംബം പറയും ഇന്ന ആളിനെ നമുക്കൊന്ന് വിളിക്കാൻ വേണ്ട അതിനാ. അപ്പം ചിലർ പറയും അയ്യോ വന്നവരില് 10 പേരിൽ 9 പേര് വിളിക്കാൻ പറഞ്ഞു, ഒരുത്തൻ മാത്രമാ ഉടക്കിയത്. അപ്പൊ അവൻ ഇഷ്ടപ്പെട്ടില്ലേ അവൻ വിളിക്കുകയല്ലേ. ചില കാശും പുത്തനും ഉണ്ട്, പിന്നെ പറയേ വേണ്ട. അവൻ നിങ്ങളെല്ലാം സങ്കടപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ പരമാർത്ഥം പറയുക. നമുക്ക് ആ ഭാഗത്തേക്ക് അധികം വിശദീകരിക്കേണ്ടതൊന്നും ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മുടെ ഭാഗത്തേക്ക് വരാം. പരിശുദ്ധാത്മാവ് വിലക്കി, ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. എന്റെ പ്രിയരെ, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൽ വേണം പോകാൻ. യാത്ര ചെയ്യാനും പ്രാർത്ഥിക്കാനും പോകുവാനും ശുശ്രൂഷകൾ ചെയ്യുവാനുമല്ല, ആത്മാവിന്റെ നടത്തിപ്പിൽ വേണം പോകാൻ. അപ്പൊ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ്
വിലക്കി. അങ്ങനെ യാത്ര ചെയ്ത് എല്ലാം വിവരിക്കുന്നില്ല. ഇവര് അംബിപോലിസിൽ വന്ന് അവിടുന്ന് തെസ്സലോനിക്കയിലെത്തി. ഇനി 17-ാം അധ്യായത്തിന്റെ 1-2 വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 1-2 തിരുവെഴുത്തുകൾ വായിച്ചേ. ഇതിന്റെ ഒരു മുഖാന്തരം പറഞ്ഞു ചിഞ്ഞു വരാം. അപ്പോസ്തല വായിച്ചേ. അംബിപോലിസ് ആണ് അത്. അംബിപോലിസിൽ നിന്നും അപ്പൊലോനിയയിലേക്ക് എന്തേലും ആയിട്ട് വായിച്ചു കടന്നു തെസ്സലോനിക്കയിലെത്തി. അവിടെ പ്രത്യേക പോലീസാണ്. യഹൂദന്മാരുടെ പള്ളി ഉണ്ടായിരുന്നു. പൗലോസ് പതിപോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതെന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു. ആമേൻ. തെളിയിച്ചു വിവരിച്ചു കൊണ്ടുവരുന്നു. അവരിൽ ചിലരും പറ്റിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ചു. പൗലോസിനോടും ശീലാസിനോടും കൂടെ ചേർന്നു. യഹൂദന്മാരോ അസൂയപ്പെട്ടു. അപ്പൊ ഈ ഭാഗം പഠിക്കുമ്പോൾ പൗലോസിന്റെ മിഷനറി യാത്രയിലാ ഈ തെസ്സലോനിക്ക സഭ ആരംഭിക്കുന്നത്. 3 ശബത്തിൽ തിരുവെഴുത്തുകളെ അടിസ്ഥാനമാക്കി പൗലോസ് സംസാരിച്ചു. യഹൂദന്മാരിൽ കുറച്ചു പേര് രക്ഷാനിർണയം പ്രാപിച്ചു. യവനന്മാരിൽ ഒരു വലിയ കൂട്ടം, മാന്യ സ്ത്രീകളിലും കുറേയേറെ പേര്. ഇങ്ങനെ ഇവര് യേശുവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട് അങ്ങനെ തെസ്സലോനിക്കയിൽ ഒരു സഭയുണ്ടായി. ഇങ്ങനെ ആ സഭയുണ്ടായത് 1-ാം അധ്യായത്തിന്റെ 9 ചോദിച്ചല്ലോ, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെ പ്രവേശനം സാധിച്ചെന്ന്. അതിങ്ങനെ സാധിച്ചു. തിരുവെഴുത്തുകളെ അടിസ്ഥാനമാക്കി സുവിശേഷം പറഞ്ഞു. ഇടയ്ക്ക് കയറി പറയാം, എന്തുവായി സുവിശേഷം? സുവിശേഷം മതം മാറ്റമൊന്നുമല്ല, സഭ മാറ്റുകയല്ല, സംഘടന മാറുകയല്ല. ഇന്ന സംഘടന നിന്ന് പുള്ളിക്കാരെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇന്ന സംഘടനയിലോട്ടാ. അതൊന്നുമല്ല സുവിശേഷം. മതം മാറ്റമല്ല സുവിശേഷം. നാട്ടുകാരുടെ സൗകര്യം കെടുത്തുന്നതുമല്ല സുവിശേഷം. റോഡ് ബ്ലോക്ക് ചെയ്യുന്നതല്ല സുവിശേഷം. ആയുധം കാണിച്ച് ഭീഷണിപ്പെടുത്തി മതത്തിൽ ചേർക്കുന്നതല്ല സുവിശേഷം. അങ്ങനെയൊക്കെ ചിലരുണ്ട്. തോക്ക് കാണിച്ച് ഞങ്ങളുടെ സംഘടന ചെയ്തതിനെ വെടിവെച്ച് കൊല്ലും. അങ്ങനൊന്നുമല്ല സുവിശേഷം. വാത്തോർണികൾ കൊണ്ട് മനുഷ്യനെ വശീകരിക്കുന്നതല്ല സുവിശേഷം. പ്രാസോപ്പിച്ചൊക്കെ സംസാരിക്കുന്നവരുണ്ട്. തെറ്റാന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് ഓരോരുത്തരുടെ കഴിവാണ്. അങ്ങനെ പ്രാസോപ്പിച്ച് കായി തുടങ്ങി തായി തുടങ്ങി നായി തുടങ്ങിയൊക്കെ സംസാരിക്കുന്നവരുണ്ട്, മിടുക്കന്മാര്. അത് കഴിവുണ്ടല്ലോ. അങ്ങനെ ആൾക്കാരെ വശീകരിക്കുന്ന മാർഗമല്ല സുവിശേഷം. എന്തെങ്കിലും മോഹന വാഗ്ദാനം കൊണ്ട് താഴ് തരാം, വീട് തരാം, പാല് തരാം, പശുവിനെ തരാം, പിന്നെന്തുവാ തയ്യൽ മെഷീൻ തരാം, വീട് വെച്ച് തരാം, ബാത്റൂം പണിത് തരാം, പിള്ളേരെ വിടാം, അങ്ങോട്ട് വിടാം. അങ്ങനൊന്നും അല്ല സുവിശേഷം. അങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് വിശ്വസിക്കുകയും ചെയ്യരുത്. നിങ്ങളെ കളിപ്പിക്കാനാണ്. അവ സുവിശേഷം എന്ന് പറഞ്ഞാൽ മതം മാറ്റമല്ല, സഭ മാറ്റുകയല്ല, സംഘടന മാറ്റുന്നതുമല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. അത് മറ്റേരുമല്ല, നസറായനാകുന്ന യേശു ക്രിസ്തു. ഇവിടെ മിക്ക ദൈവമക്കൾക്ക് മനപാഠമായ വാക്യമാ. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാ സുവിശേഷം. ഒന്നുകൂടെ ഊന്നി പറയാം, സഭ മാറുകയല്ല, സംഘടന മാറുകയല്ല, മതം മാറുന്നതല്ല സുവിശേഷം. സുവിശേഷം യേശു ക്രിസ്തുവാ, ഒരു വ്യക്തി, നസറയനാകുന്ന യേശു ക്രിസ്തു. അതാ സുവിശേഷം. എന്തിനാ സുവിശേഷം? ചില ആൾക്കാർക്ക് പല ധാരണയാ. സുവിശേഷം എന്തിനാ? ഒരു ജോലിയും കൂലിയും മേലയില്ലാത്ത കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ചെല്ല് പറയുന്നതാ. ചെല്ല് പറയുന്നുണ്ട് വയറ്റിപ്പഴപ്പിന് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും വയറ്റിപ്പഴപ്പിനാ. ആർക്കാ വയറ്റ് വേണ്ടാത്ത? എല്ലാവർക്കും വയറ്റിപ്പഴപ്പിനാ. ഇവിടെ ഭക്ഷണം കഴിക്കാത്തത് ആരാ? ഞങ്ങളുടെ അടുത്ത സമയത്ത് ഒരാൾ മരിച്ചു. എൻ്റെ വീട്ടുകാരെല്ലാം ഹിന്ദുക്കളാണ്. മരിച്ചപ്പം അത് കഴിഞ്ഞ് ചടങ്ങുണ്ട്. അപ്പം വായിക്കാനായിട്ട് ആളിനെ വിളിക്കണം. വായിക്കാനേ മൈക്കുമൊക്കെ വെച്ചാണെങ്കിൽ വായിക്കണം. അപ്പം എന്നാലും പറഞ്ഞ് വായിക്കുന്ന പുള്ളിക്ക് വല്ലതും കൊടുക്കണ്ടായോ എന്ന്. അത് വയറ്റിപ്പഴപ്പാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, എന്തുവാ കൊടുക്കുന്നത്? മത്സ്യമാംസാദികളൊന്നും കഴിക്കത്തില്ല, എന്നാലും അവിയലും സാമ്പാറും തോരനും ഒക്കെ വേണ്ടായോ? അതും വയറ്റിപ്പഴപ്പാ. ഇതും വയറ്റിപ്പഴപ്പാ. എല്ലാവരും വയറ്റിപ്പഴപ്പാ. മിണ്ടുന്നില്ല ആരും. എന്നാ മിണ്ടാനാ?
അപ്പൊ ചില ആൾക്കാർ ധരിച്ചേക്കുന്നേ കുറെ എണ്ണം ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നാള് ഞങ്ങള് ലഘുലേഖ കൊടുക്കാൻ നേരത്തൊരു തള്ള വിളിച്ചു പറയുന്നത് ആടെ ഒരു തൊഴിലും ഇല്ലാത്ത കുറെ അവന്മാര്. നമ്മളെ പറ്റി അങ്ങനെയൊക്കെയാ. ഈ സുവിശേഷം എന്തിനാ? സുവിശേഷം എന്തിനാന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കി പറയാ, സകല മനുഷ്യനും രക്ഷപ്പെടാൻ, സകല മാനവകുലത്തിനും രക്ഷയ്ക്കായി സുവിശേഷം. ഒരു വാക്യം വായിച്ചോ, അറിവുള്ള വാക്യമാ എങ്കിലും വായിച്ചോ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. ഇതെല്ലാം നമുക്ക് മനഃപാഠമായ വാക്യമാ എങ്കിലും ഒന്ന് വായിക്കുന്നത് നല്ലതാ. തീത്തോസ് 2:11. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു വരും. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്തിനാ സുവിശേഷം എന്നറിയാമോ? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ടവരും ശബ്ദപരിധിയിൽ ഈ ശബ്ദസീമയിൽ കേൾക്കുന്ന സകല മനുഷ്യരും ഓൺലൈനിൽ ബഹുമാന്യരായിട്ടുണ്ടെങ്കിൽ അവർക്കും എന്ന് വേണ്ട സകല മനുഷ്യരും രക്ഷപ്പെടാനാ സുവിശേഷം. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈല് നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊണ്ട് കൊടുക്കുകയും വേണ്ട. കൊടുത്താലോട്ട് പ്രയോജനവുമില്ല. ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് പറ, എന്റെ യേശുവേ എന്നെ രക്ഷിക്കണം. ഇന്ന് രാത്രി ആര് പ്രാർത്ഥിക്കും? അവരെ യേശു ക്രിസ്തു രക്ഷിക്കും. അപ്പൊ എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. എല്ലാവരും രക്ഷപ്പെടണം. ഓടിച്ചു പോകാം. അപ്പൊ സുവിശേഷം യേശു ക്രിസ്തു. എന്തിനാ? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ ഇത് കേൾക്കണ്ടേ? 49-ാം സങ്കീർത്തനം 1-ാം വാക്യമായത്. ഇത് ഞാൻ ഈ ദിവസങ്ങളിൽ എല്ലായിടത്തും പറയുന്ന കാര്യം. അതിവിടെ ആവർത്തിക്കുക. ഇതാണല്ലോ പറയേണ്ടത്, വേറെ എന്നെ പറയാനാ. ഇത് വായിക്കും. 49-1. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം. ഏതാ ഈ സുവിശേഷം കേൾക്കണമെന്ന്? സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ. ഈ മനുഷ്യനാ ജാതിയും വർഗവും വർണ്ണവും ഒക്കെ തിരിച്ചു വെച്ചേക്കുന്നത്. ഞങ്ങൾ ഇച്ചിരി കൂടിയതാ, അവര് കുറഞ്ഞതാ, ഞങ്ങൾ ഇച്ചിരൂടെ മെച്ചപ്പെട്ടവരാ, അവര് ഇച്ചിരൂടെ അതാ. ഇതൊക്കെ മനുഷ്യനെ ഒപ്പിച്ച കുരുക്ക. അത് ഒരൊറ്റ ജാതിയേ ഉള്ളൂ, അത് മനുഷ്യജാതിയാ. നല്ല അറിവ് ശ്രീനാരായണ ഗുരു, അദ്ദേഹം അറിവുള്ള മനുഷ്യനാ, വിവരമുള്ള മനുഷ്യനാ. അങ്ങേർക്ക് ആ വിവരം ഉണ്ടാകും. വളരെ തീർത്ത് പറഞ്ഞു, ഒരു ജാതി, ഒരു ദൈവം. നല്ല മനുഷ്യൻ കൃത്യം കാര്യം പറഞ്ഞേച്ചാ പോയത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. വേദപുസ്തകം അതാ പഠിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇത് വായിച്ച് പറഞ്ഞതാണോ അതോ സ്വയമായിട്ട് പറഞ്ഞതാണോ? എന്തായാലും സത്യമാ പറഞ്ഞു. അതെ, ഇത് വായിച്ച് പറഞ്ഞതാണോ എനിക്കറിയത്തില്ല, അതോ മനസ്സിൽ നിന്ന് വന്നതാണോ? എന്തായാലും സത്യമായ കാര്യമാണ് മനുഷ്യൻ പറഞ്ഞത്. ഒരൊറ്റ ജാതി എന്ന് പറഞ്ഞാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഭൂതലത്തിൽ നിന്നും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. സകലവും ഒരെണ്ണത്തിന്റെ സന്തതിയാ. നിങ്ങളാരും വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. പിന്നെ വെറുതെ വരുന്ന ഗ്ലോറി എന്നൊക്കെ പറയുക. വിശ്വാസമൊന്നുമില്ലെന്ന് എനിക്ക് ഈ നോട്ടോ ഇരിപ്പം കാണുമ്പോൾ അറിയാം, മുഖം കാണുമ്പോൾ അറിയാം വിശ്വാസമൊന്നും വന്നിട്ടില്ല. ഇനിയിപ്പം നിങ്ങളെ വിശ്വസിപ്പിക്കാൻ എനിക്ക് വലിയ താല്പര്യവുമില്ല. പക്ഷെ വേദപുസ്തകത്തിന്റെ സത്യം ഇതാ, ഭൂതലത്തിൽ നിന്നും കുടിയിരിക്കുവാൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. ഒറ്റ ജാതിയാ മനുഷ്യജാതി. എന്നാൽ കാലക്രമേണ മനുഷ്യനായി തരംതിരിവെല്ലാം ഒപ്പിച്ച് ഞങ്ങൾ കൂടിയതാ, അവര് കുറഞ്ഞതാ, അവരോട് മിണ്ടരുത്, ഇവർ അവിടെ കയറരുത്, അവിടെ പോകരുത്, അവരുടെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കരുത്. ഞാനിപ്പോഴും കൊച്ചുനാളിൽ ഓർക്കുന്നു, ഞങ്ങളുടെ അടുത്തൊരു വീട്ടിലെ ഒരു ചടങ്ങ് നടന്നപ്പം ഇഞ്ചിക്കറി വെക്കുക. അപ്പൊ ഇഞ്ചിക്കറി വെച്ചപ്പോ ഇഞ്ചിക്കറി വെക്കുന്ന പുള്ളിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ഇച്ചിരി ഇഞ്ചിക്കറി ഇനി തരാൻ. ഉടനെ പറഞ്ഞു, ഈ ഇഞ്ചിക്കറി കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു. അവൻ ഇഞ്ചിക്കറി നല്ലതാണ്. ഓ, ഇത് അവർക്ക് വെച്ചതാണ്, അവരുടേതാണ്. ഇങ്ങനൊന്നും അല്ല പറഞ്ഞത്, വേറെ ഭാഷ. അതൊന്നും ഞാനിപ്പോ ഈ ലൈവ് ഉള്ളത് കൊണ്ടാ പറയാനില്ല, ഞാൻ നല്ല ശരിക്ക് പറഞ്ഞേനെ. മനസ്സിലായോ? അത് അവരുടേതാണ്. അവർക്കായിട്ട് വലിയ ഇഞ്ചി ഉണ്ടോ? അവരുടെ ഇഞ്ചി, ഇത് നമ്മുടെ ഇഞ്ചി. ഈ മുടിയാന്തരം പിടിച്ചവനെയൊക്കെ എന്നാ ചെയ്യാനാ? ഇപ്പോഴും ഉണ്ടങ്ങനെ ഒത്തിരി എണ്ണം നമ്മുടെ ഇടയിലും ഉണ്ടല്ലോ. എല്ലാം ഇങ്ങനെ മമ്മി ഗ്ലോറി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നെങ്കിൽ കൊള്ളാം. എന്നെ പ്രിയരെ, വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഭൂതലത്തിൽ നിന്ന് കുടിയിരിക്കുവാൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതി ഇരിക്കുന്നത് മുഴുവൻ ഒരെണ്ണത്തിന്റെ സന്തതിയാണ്. പിന്നെ
വർഷങ്ങൾ കൊണ്ടിങ്ങനെ കളറും സ്വഭാവവും രീതി അതാണ് ഇടപെടുന്ന രീതി അനുസരിച്ചാണ്. കളറും സ്വഭാവവും സംസാരവും ശൈലിയും ജീവിത ശൈലിയും ഒക്കെ അതിന്റെ അനുസരിച്ചാണ്. അല്ല, ഞാൻ വിവരിക്കുന്നില്ല. എല്ലാം ഒരുത്തന്റെ സന്തതികളാണ്. ഈ ചിന്ത ആദ്യം അകത്ത് കയറണം. ഇതകത്ത് കയറിയാൽ നീ രക്ഷപ്പെട്ട്. ഇതകത്ത് കയറാതെ മറ്റേ ചിന്തയായിട്ടിരുന്നാൽ നീ ആയുസിൽ അലഞ്ഞു നടക്കുന്നതല്ലാതെ രക്ഷപ്പെടുകയില്ല. ഒറ്റയൊരുത്തന്റെ സന്തതിയാ. വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നത്. ഒരു ജാതി, ഒരു ദൈവം, ദൈവം ഏകൻ. യാക്കോബ് പറയാ പിശാചുക്കൾ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്ന. നമുക്ക് വലിയ പറവലൊന്നുമില്ല. നമ്മൾ പറയും പാട്ട് തീരാൻ തരത്തിൽ പറവലുണ്ട്. ആ പറവലല്ല ഇത്. ദൈവം ഏക ദൈവം, യഹോവ ഏകൻ തന്നെ. നമുക്കൊരു പിതാവ്, നമുക്കൊരു ദൈവം, ഏക ദൈവം, സത്യദൈവം. ചത്തമർത്തിയാത്മാക്കൾ ദൈവം എന്നും നിരൂപിക്കേണ്ടാരു. ചത്തമർത്തിയാത്മാക്കൾ ദൈവം എന്നും നിരൂപി. 100 ദൈവങ്ങൾ സത്യദൈവമൊന്നേയുള്ളൂ. 100 ദൈവങ്ങൾ സത്യദൈവമൊന്നേയുള്ളൂ. ഏക സത്യദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യദൈവമേയുള്ളൂ. സ്പർശിപ്പാന സാധ്യനായി, ദർശിപ്പാന പ്രത്യക്ഷനായി, സ്പർശിപ്പാന പ്രത്യക്ഷനായി, സർവരൂപികൾക്കാരൂപി, ഉർവയിൽ തുല്യനില്ലാത്തോൻ. സർവരൂപികൾക്കാരൂപി, ഉർവയിൽ തുല്യനില്ലാത്തോൻ. ഏക സത്യദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യദൈവമേയുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, ഏകദൈവം. സകല ജാതികളും ഇത് കേൾക്കണം. അപ്പൊ ഒന്നുകൂടെ പറയാം, എന്തുവാ ഈ സുവിശേഷം? പൗലോസ് തെസ്സലോനിക്കയിൽ വന്ന് സുവിശേഷം അറിയിച്ചെന്ന്. എന്തുവാ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ കേൾക്കണ്ട? സകല ജാതികളും ഇത് കേൾക്കണം. എല്ലാവരും കേൾക്കണം. അതിനാ ഇതാ കേൾക്കാൻ കൊള്ളാവുന്നത്. മറ്റു കാര്യമൊന്നും എല്ലാവരും കേൾക്കാൻ കൊള്ളുന്നതല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പിള്ളേരുടെ അടുത്തിരിക്കും മാതാപിതാക്കൾ എന്തുവാടാ മൂത്തവര് വർത്താനം പറയുന്നതിന്റെ കീഴെ എന്നെ കേൾക്കാൻ എന്ന് പറഞ്ഞാൽ മൂത്തവർ അത്രയൊക്കെയാ പറയുന്നത്. പിള്ളേർക്ക് കേൾക്കാൻ പറ്റാത്തതാ മൂത്തവര് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ പിള്ളേരുടെ പ്രായമുള്ളൊരു വർത്താനം പറയുന്നതിനെ കീഴെ കയറി. ഇപ്പൊ പ്രായമുള്ളവർ പറയുന്നതെല്ലാം കുരുക്ക് വർത്താനമാണ്. കൊച്ചുങ്ങൾക്ക് കേൾക്കാൻ കൊള്ളുകയല്ല. ഇപ്പൊ നേരെ തല തിരിഞ്ഞു കൊച്ചുങ്ങളാ കേൾക്കുന്നത്. അതിന് അമ്മച്ചി ഞങ്ങൾ പറയുന്നതിനിടെ കയറി. അവരും ഇപ്പൊ അത്രയൊക്കെയാ പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഉള്ളവരെല്ലാം അന്യം പറയുന്നത് എല്ലാവർക്കും കേൾക്കാൻ ഒക്കത്തില്ല. അടുക്കള മരുമകള് പാകം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അമ്മയും മോളും കൂടി ഇരുന്ന് മരുമകളുടെ കുറ്റമാ പറയുന്നത്. എല്ലായിടത്തും അല്ല, മിക്കയിടത്തും. അമ്മ പറയുന്നത് പൊന്നോളം വരുന്നുണ്ടോ ഉണ്ടോ? മരുമകൾക്ക് കേൾക്കാൻ പറ്റാവുന്നതാണോ പറയുന്നേ? മരുമകൾ അപ്പുറത്തെ വീട്ടിൽ ചെന്ന് പറയുന്നത് ആ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പം വെള്ളയും ഇട്ടുകൊണ്ട് നടക്കുന്നു. അയ്യോ, ഇവിടെ പറഞ്ഞ കാര്യമല്ല, ഞാനങ്ങ് പൊതുവെ പറയാ. ഇവിടെ എങ്ങാനും പറയുന്നുണ്ടേ നിങ്ങളുടെ കാര്യവുമാ. ഇതെല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന കാര്യമല്ല.
ഞാനും നിങ്ങളും നമ്മളെല്ലാം അന്യോന്യം പറയുന്നതൊക്കെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ എല്ലാവർക്കും കേട്ടിരിക്കാൻ പറ്റാവുന്ന നല്ല വാർത്തയാ സുവിശേഷം. അപ്പനും അമ്മയ്ക്കും വല്യമ്മയ്ക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും നാട്ടുകാർക്കും സമീപസ്ഥർക്കും ദൂരസ്ഥർക്കും അവരുടെ ബന്ധുമിത്രാദികൾക്കും ചാർച്ചക്കാർക്കും ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും അക്രൈസ്തവർക്കും നിരീശ്വരവാദികൾക്കും യുക്തിവാദികൾക്കും ഏത് തുറകളിൽപ്പെട്ടവർക്കും കേട്ടിരിക്കാൻ പറ്റാവുന്ന നല്ല വാർത്തയാണ് സുവിശേഷം. ഇതെല്ലാവരും കേൾക്കണം, എല്ലാവരും കേൾക്കണം, കേൾപ്പിക്കണം. പക്ഷെ നമ്മുടെ ആൾക്കാർ കേൾപ്പിക്കുകയല്ല, കേൾപ്പിക്കത്തില്ല. ഇവിടെ ഏതായാലും ആരുടെയാ മൈക്ക് സെറ്റ്? നമ്മുടെയാണോ? നന്നായി, ഇപ്പൊ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. ചിലയിടത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ അത് പറയാനും ഒക്കത്തില്ല. പറഞ്ഞ ഉടനെ തെറി പറയും, പറഞ്ഞ ഉടനെ തെറി. അവിടെ ഞാനിപ്പോ വരുന്നിടത്ത് വെച്ച് തെറി മനസ്സിലായില്ലേ? തെറി എന്ന് പറഞ്ഞു കൊള്ളാം, തെറി പറഞ്ഞു ഊപ്പാട് വന്ന ഒരു കാലത്ത്. ഇപ്പൊ പറയത്തില്ല, ഇപ്പം ദൈവവൈദ്യനായതുകൊണ്ട് മിണ്ടാനൊക്കത്തില്ല. ഏതായാലും നന്നായിട്ട് വർക്ക് ചെയ്യുന്നു, വലിയ സന്തോഷം. ഞാനൊരാൾ പറഞ്ഞു, എന്നെ തെറി പറഞ്ഞു. പുള്ളി പറഞ്ഞു പുതിയത് വല്ലതും ആണെന്ന് ഒന്ന് കേൾപ്പിക്കാൻ. ഞാൻ പറഞ്ഞു എനിക്ക് പുതിയതും പഴയതും എല്ലാം ഒന്നും വലിയ തിട്ടം ഇല്ല, നോക്ക് പുതിയതാണോ പഴയതാണോ എന്ന്. പുള്ളിയെ കേൾപ്പിച്ചു, കേൾക്കാൻ പറഞ്ഞു. എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞു. എന്തിക്കോസുകാരൻ പോട്ടെ. അയ്യോ, ഇത് കേൾപ്പിക്കണം. എന്തുവാ സുവിശേഷം? ഇതാ കേൾക്കേണ്ടത്. ഇതെല്ലാരും കേൾക്കണം, ഇതെല്ലാരും കേട്ടിരിക്കേണ്ട വാർത്ത. നിനക്ക് ഇഷ്ടമുണ്ടേ അംഗീകരിച്ചാൽ മതി, ഇഷ്ടമുണ്ടേ ഏറ്റെടുത്താൽ മതി. പക്ഷെ ഇത് കേട്ടിരിക്കണം, ഇത് കേൾക്കേണ്ട വാർത്തയാ. എന്തുവാ സുവിശേഷം? ഇത് കേൾപ്പിക്കണം. നമ്മുടെ ആൾക്കാർ കേൾപ്പിക്കുകയല്ല. എനിക്ക് ഈ തിരുവനന്തപുരം സൈഡില് ശുശ്രൂഷയ്ക്ക് പോകുന്ന വലിയ ഇഷ്ടമാണ്. അതിൽ ഒരു കാര്യം എല്ലാരും കേൾക്കും. നമ്മളൊരു 3 കിലോമീറ്റർ ചെല്ലുമ്പോഴേ മൈക്ക് കൂടെ കേൾക്കാം, പാട്ടും പ്രസംഗമൊക്കെ കേൾപ്പിക്കും അവര്. പക്ഷെ നമ്മുടെ ഈ സെൻട്രൽ ട്രാവൻകൂറിൽ അധികം കേൾപ്പിക്കുകയല്ല, കേൾപ്പിക്കത്തില്ല. ആ യോഗ സ്ഥലത്ത് വന്നാൽ പോലും കേൾപ്പിക്കത്തുമില്ല, കേട്ടാവട്ട് തിരിയുകയില്ല. ഇവിടെ തിരിയുന്നുണ്ട് ചിലത്, ഇല്ല. അതിന്റെ കാരണം പലതാ. മൈക്ക് സെറ്റുകാരെ വിളിക്കുമ്പോഴേ പറയാം എന്തുവാ അപ്പൊ ഇന്ന് ഇച്ചിരി താക്ക്, അപ്പൊ അവനൊരു ബോക്സ് അങ്ങ് താക്കും. പിന്നെ ചോദിക്കും കുറച്ചുകൂടെ താക്കാവോ? എന്നാ അവന് എനിക്കിതിന്റെ എല്ലാം പേരറിയാൻ മേല. അവനെ അത് പറഞ്ഞു അങ്ങ് താത്ത് നമ്മുടെ ഈ തരുമ്പോ ഇതെല്ലാം താത്തേച്ചാ തരുന്നത്. അന്നേരം നമ്മൾ കല്ലിയാന്ന് പറയുമ്പോ അവിടെ അളിയാന്നാ കേൾക്കുന്നത്. തിരിയുന്നുമില്ല, കേൾക്കുന്നുമില്ല, കേൾപ്പിക്കുന്നുമില്ല. ഇത് കേൾപ്പിക്കണം. എന്നാൽ നിങ്ങൾ മറ്റുള്ളവരെ ശ്രദ്ധിച്ച് എല്ലാ പോസ്റ്റുകളും ഇടവിട്ട് വെച്ചിരിക്കുക. ഇടവിട്ട് രാത്രി ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് വാഹനത്തിൽ പോകുമ്പോൾ കേൾക്കാം, 4-5 കിലോമീറ്റർ എന്നാലും കേൾക്കാം. വെച്ചിരിക്കാം ഇടവിട്ട് പോസ്റ്റേല് ചെറിയ ബോക്സ്. അത് നിയമം ഉണ്ടെന്ന് തോന്നുന്നു, ഇല്ലയോ? ഉണ്ട്. ഇന്നാളെ ഞാൻ കണ്ട് ചെറിയ കോളാമ്പി, നമ്മളതിന്റെ കോളാമ്പി പൂ പോലെ ഒരു കോളാമ്പി പൂ ഇല്ലേ, വയലറ്റ് കളറല്ലേ, കണ്ടിട്ടില്ലേ? അതിന്റെ മുഴുത്തത് എല്ലാ പോസ്റ്റേലും വെച്ചിരിക്കുക വണ്ടി. അപ്പൊ ഞാനിത് കേൾക്കുമെന്നറിയാം, ഗ്ലാസ് താത്തുമ്പോ കേൾക്കാം. നാട്ടുകാരെല്ലാം കേൾക്കുക. അങ്ങോട്ടൊരു 5 കിലോമീറ്റർ, അങ്ങോട്ട് ചുരുക്കി പറഞ്ഞാൽ 10 കിലോമീറ്റർ. നമ്മളോ? ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞേ, നമ്മുടെ ആൾക്കാർ വലിയ സെൻട്രൽ കൺവെൻഷനും ജനറൽ കൺവെൻഷനും ഏരിയയും മേഖലയും പിന്നെ മിറ്റം മുതൽ അങ്ങ് എല്ലായിടത്തും കൺവെൻഷൻ അല്ലേ, കേൾപ്പിക്കുകയല്ല. ഈ വന്നിരിക്കുന്നവർക്ക് തന്നെ കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യത്തുമില്ല. എന്നാൽ ഇവിടെ ഇന്ന് കേൾപ്പിക്കുന്നത് കൊണ്ട് വലിയ എത്രയോ പേരെങ്കിലും കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാമോ? തിരിയുന്നുണ്ടോ? തന്നെ ഇരിക്കുന്ന സഹോദരി തിരിയുന്നുണ്ടോ? തിരിഞ്ഞാ മതി. ഇത് പുറകിരിക്കുന്ന അമ്മയെ കേൾക്കാമോ? കേൾക്കണം. അതുകൊണ്ടാണ് ഇത് കേൾപ്പിക്കുന്നത്. എല്ലാവരും ഇത് കേൾക്കണം. എന്തോ കേൾക്കണം? സുവിശേഷം കേൾക്കണം. അതെന്നാ ഇത് കേൾക്കാൻ കൊള്ളാവുന്ന കാര്യമാ. മറ്റു കാര്യമൊന്നും എല്ലാവരും കേൾക്കാൻ കൊള്ളാവുന്ന കാര്യമല്ലെന്ന്. ഇതെല്ലാവർക്കും കേട്ടിരിക്കാം. അതിനാ ഇത് കേട്ടാൽ വിടുതല. ഇത് കേട്ടോണ്ടിരിക്കുമ്പോ രോഗികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കേട്ടോണ്ടിരിക്കുമ്പോ സൗഖ്യം. അതാ ഇതിന്റെ വിശേഷത. ക്യാൻസറോ ബ്രെയിൻ ട്യൂമറോ കിഡ്നി പ്രോബ്ലമോ ഹാർട്ടിന്റെ പ്രോബ്ലമോ ഷുഗർ കൂടിയതോ അല്ലെങ്കിൽ ഏത് മാരക രോഗമായിരിക്കാം, ചികിത്സകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയും പോണമെന്നും പറഞ്ഞിരിക്കുക. മരുന്നുമൊക്കെ കഴിക്കുന്നുണ്ട്. പാസ്റ്റ് പ്രസംഗിച്ച് പെട്ടെന്ന് നിർത്ത്. ഗുളിക തിന്നണ്ടതാ.
അതൊക്കെ ശരി. പക്ഷെ ഇത് ഇച്ചിരി നേരം കേട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കടന്നു വരുന്ന വചനം വന്ന് ക്രിയ ചെയ്ത് നിന്നെ സൗഖ്യമാക്കും. അതായി ഇതിന്റെ പ്രത്യേകത. മാറാരോഗത്തെ സൗഖ്യമാക്കുന്ന വചനം, തീരാവ്യാധികളെ മാറ്റുന്ന തിരുവചനം. യഹോവ നിന്റെ അകത്യമൊക്കെ മോചിക്കും, നിന്റെ സകല രോഗത്തേക്ക് സൗഖ്യമാക്കും. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. നിന്റെ അസ്ഥിക്കകത്ത്, ഞരമ്പിനകത്ത്, ധമനിക്കകത്തൊക്കെ മറഞ്ഞിരിക്കുന്ന രോഗാത്മാവ് ഇന്ന് രാത്രി ദൈവാത്മാവ് അടിച്ചു മാറ്റി. ഒരുപക്ഷെ പുരക്കകത്തായിരിക്കാം, അവൻ സമീപ സ്ഥലത്ത് നിന്ന് കേൾക്കുകയായിരിക്കാം, മരുന്നൊക്കെ കടിക്കും. മതി. പക്ഷെ ഇന്ന് രാത്രി യേശു നിന്നെ സൗഖ്യമാക്കും. ഇത് കേട്ടിരിക്കേണ്ട വാർത്തയാ. നിന്നെ സൗഖ്യമാക്കുന്ന വചനം. അവന്റെ അടിപ്പിടരാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നതാ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ നിന്റെ അകത്യമൊക്കെ മോചിക്കും, സകല രോഗത്തെയും സൗഖ്യമാക്കും. ഇന്ന് രാത്രി നിന്റെ രോഗബന്ധനങ്ങളെ അടിച്ചു മാറ്റി സൗഖ്യമാക്കുന്ന യേശുവിന്റെ ശക്തി അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. മുറിക്കകത്തോ പുരക്കകത്തോ സമീപ സ്ഥലത്തോ ഈ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ മുറ്റത്ത് വന്നിരിക്കുക. ഇന്ന് രാത്രിയിൽ യേശു നിന്നെ സൗഖ്യമാക്കും. ഇതാ കേൾക്കേണ്ട വാർത്ത. ഇത് സൗഖ്യമാക്കുന്ന വാർത്ത. ഇത് വിടുവിക്കുന്ന വാർത്ത. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്നെ വിടുവിക്കുന്ന യേശുവിന്റെ നാമം ഇന്ന് രാത്രി ദൈവം വിടുവിക്കുന്നതില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങും, തല കുനിക്കും, അതുപേക്ക് സന്തോഷമേ. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കും, അതുപേക്ക് സന്തോഷമേ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കണ്ടേ? എല്ലാവരും കേൾക്കണം. സമയമായി എന്തുവായി? 9:20, 10 മിനിറ്റ് കൂടെ എടുക്കാം. ഇത് കേട്ടാലുള്ള ഗുണമല്ല. സുവിശേഷം കേട്ടാല് ഒത്തിരി ഗുണങ്ങളാണ്. ഒന്ന് രണ്ടെണ്ണം പറയാം. സുവിശേഷം കേട്ടാലേ, ഈ യേശുക്രിസ്തു ജനിച്ചപ്പം ദൂതന്മാര് ഗാനാലാപം നടത്തി. ആട്ടിടയന്മാര് വെളിപ്രദേശത്ത് കിടക്കുക, ആടിനെ തീറ്റി. അപ്പൊ അവര് വന്ന് പറയുന്ന സുവിശേഷം യേശുക്രിസ്തുവാ. യേശുക്രിസ്തു ഭൂജാതനായി. ആ ഭൂജാതനായതുകൊണ്ടുള്ള നേട്ടമാ. ഒന്ന്, ഇരുട്ട് മാറി. അവിടെ എഴുതിയിരിക്കുന്നത് രാത്രിയിൽ എന്നൊരു പദമുണ്ട്. രാത്രിയിൽ, ആ രാത്രിയിൽ ഒരു പ്രകാശം മിന്നി, വെളിച്ചം വീശി മിന്നി. ആ വെളിച്ചം അങ്ങോട്ട് മിന്നിയപ്പോൾ ഇരുട്ട് മാറി. അപ്പൊ സുവിശേഷത്തിന്റെ വിശേഷത ഇരുട്ട് മാറ്റും. എത്ര വ്യക്തികളുടെ, എത്ര കുടുംബത്തിന്റെ ഇരുട്ട് മാറ്റിയ മാർഗമാണ് സുവിശേഷം. എന്തിനാ ദൂരോട്ട് പോകുന്നത്? സാക്ഷ്യം കേട്ടിട്ടുണ്ടല്ലോ, അമ്മച്ചിയുടെ കുടുംബത്തിൽ തന്നെ ഇരുട്ട് മാറ്റിയില്ലേ? ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. അന്ധകാരം. ഇവിടെ മൈക്ക് ഇപ്പൊ കൊടുത്ത എല്ലാവരും ഇതായിരിക്കും സാക്ഷി പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പറയാനുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിന്റെ, എന്റെ ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റിയ മാർഗമാണ് സുവിശേഷം. ചെന്നിത്തലിന്റെ ഒരു പായിക്കാട്ട് ജോണിച്ചാനുണ്ടായിരുന്നു. അന്നത്തെ കാലത്താണ് മരിച്ചത്. ജോണിച്ചാൻ ഭക്തനാ, നല്ല മനുഷ്യനാ. ഭ്രാന്തായിട്ട് ആമത്തിലിട്ടേക്കുകയായിരുന്നു. ദൈവദാസന്മാർ എന്ന് പ്രാർത്ഥിച്ചു, യേശു സൗഖ്യമാക്കി. ഇരുട്ട് മാറി. ഈ മൈക്ക് ഇപ്പൊ അമ്മച്ചിയുടെ കൈ കൊടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കാര്യം പറഞ്ഞു തരും. നിങ്ങൾ പലരും ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട് കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയെല്ലാം നഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെ തല്ലി ഭാര്യയെ ഉപദ്രവിച്ച് വെച്ച കഞ്ഞി പോലും കുടിക്കാൻ നിർവാഹമില്ലാതെ ഭാര്യയും അലറിപ്പോയി അപ്പുറത്തെ വീട്ടില് ഓടിച്ചെന്ന് കയറി, പിള്ളേര് കട്ടിലടി കയറി. അയ്യോ, എന്തോ ഒരു അസ്വസ്ഥതയുള്ള എത്ര കുടുംബങ്ങളാണ്. പക്ഷെ അവിടെ ഈ സത്യസുവിശേഷം ചെന്നു, മാനസാന്തരപ്പെട്ടു, അരാജകത്വം മുഴുവൻ മാറി. എത്ര പേര് വിളിച്ചു ചോദിച്ചാൽ എല്ലാവരും ഇതാ പറയുന്നത്. എല്ലാവരും പോലീസിന്റെ ലാത്തി കൊണ്ടൊന്നും ഇത് മാറ്റുകയല്ല.
തത്വസംഹിതകൾ പറഞ്ഞാലൊന്നും മാറുകയില്ല, അദ്വൈതം പറഞ്ഞാലൊന്നും മാറുകയില്ല, പ്രത്യയശാസ്ത്രങ്ങളെ വർണ്ണിച്ചാലൊന്നും ഇത് മാറുകയില്ല. ഇത് മാറ്റുന്നത് പോലീസത്തിൽ ആറ്റുകൊണ്ടൊന്നും നടക്കുകയല്ല. ഇടിച്ചകത്തോട്ട് കയറ്റുക. ചില എനിക്കറിയത്തില്ല, ഇടിക്കുമ്പം പറഞ്ഞു വെളിയിലോട്ടൊന്ന് ഞാൻ വരട്ടെന്ന്. വെളിയിലോട്ട് ചിലര് ഇരട്ടി ശക്തിയോടാണ് വെളിയിലോട്ട് വരുന്നത്. അതെ, ഞങ്ങളെ ഒരിക്കൽ സംസാരിച്ചപ്പോൾ ഒരാൾ വേറൊരാളെ പറ്റി പറഞ്ഞു, അവനോട് പറഞ്ഞേര്, ഭീമാനോടാ പറഞ്ഞൊന്നുമില്ല, അവനോട് പറഞ്ഞേര് എൻ്റെ പാത്രം അവിടെ ഇപ്പോഴും പൂജപ്പിലെ ഇരിപ്പുണ്ടെന്ന്. എൻ്റെ പാത്രം എന്ന് പറഞ്ഞാൽ ജയിലിലായിരുന്നു പുള്ളി, അവിടെ കഞ്ഞി കുടിച്ച പാത്രം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി ഇവന് 2 എണ്ണത്തിനും കൂടെ തീർത്തേച്ച് ആ പാത്രം അവിടെ ഉണ്ടെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. എങ്ങനെയുണ്ട്? അപ്പൊ ഇത് ഇങ്ങനെയൊന്നും മാനസാന്തരം വരികയല്ല. പക്ഷെ സുവിശേഷം ഒന്ന് കേട്ടെ, നിന്റെ ഇരുട്ട് മാറ്റും. ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ, ലോകത്തിന്റെ അന്ധകാരം മാറ്റിയ മാർഗമാണ് സുവിശേഷം. എല്ലാം വിവരിക്കാനും വിസ്തരിക്കാൻ താല്പര്യമുണ്ടെങ്കിലും നേരം അനുവദിക്കുന്നില്ല. ദൈവത്തിന്റെ മഹത്വം. ഒരു കാലത്ത് അയിത്തമുള്ള കാലമുണ്ടായിരുന്നു. ഇതിലെ പട്ടി പോയത് കണ്ടോ? പണ്ട് പട്ടിക്ക് അന്നും ഇന്നും ഒക്കെ പോകാം, മനുഷ്യനെ പണ്ട് പോകാൻ മേല. പട്ടിക്ക് ഇതിലേ കയറി പോകാം. പട്ടിക്കും പന്നിക്കും പൂച്ചയ്ക്കും എല്ലാത്തിനും പോകാം, മനുഷ്യൻ എല്ലാ വഴി കൂടെ നടക്കാൻ മേലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അന്ധകാരം. റോഡിൽ കൂടെ നടക്കാൻ ഒക്കത്തില്ല, ആശുപത്രി കയറ്റുകയില്ല, അതുപോലെ തന്നെ സ്കൂളിൽ പോകാൻ അനുവദിക്കത്തില്ല, നല്ല വസ്ത്രം ധരിക്കാൻ ഒക്കത്തില്ല, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കത്തില്ല. അയിത്തം. തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളവരും കെട്ടില്ലാത്തവരും തമ്മിൽ ഉണ്ണാത്തവരും ഇങ്ങനെ ഒട്ടല്ലകോ ജാതി കോമരങ്ങളെന്ന അങ്ങനെയുള്ളൊരു അന്ധകാര നിബിഡമായ കാലമുണ്ടായിരുന്നു. അതിന് മാറ്റം വരുത്തിയത് സുവിശേഷം വന്നതുകൊണ്ട്. 2 അക്ഷരം കൂട്ടി വായിക്കാനും എഴുതാനും ഇടയാക്കിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. അധസ്ഥിതരും അധകൃതരിൽ നിന്ന് നാട്ടുകാരൻ മുദ്ര കൂട്ടിയ ആ പ്രിയപ്പെട്ടവരെ രക്ഷിച്ച മാർഗമാണ് സുവിശേഷം. അതെ. അതിനൊത്തിരി അഹോരാത്രം ബന്ധപ്പെട്ട 2 സഭക്കാരാ, ഒന്ന് CMS-കാരും 2 സാൽവേഷൻ ആർമിക്കാരും. മറ്റുള്ളവരാരും അങ്ങനെ തുറന്നു. അവരൊക്കെ ഇപ്പം അതിന്റെ വാങ്ങൽ പിടിച്ചായി വരുന്നത്. ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെന്നോ ഒന്നുമില്ലായിരുന്നു. അന്നും മിക്കതും വിഷവിത്തുകളായിരുന്നു. പക്ഷെ ആ കാര്യത്തിന് വളരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ടത് 2 ഗ്രൂപ്പുകാരാ, CMS-ലെ മിഷണറിമാരും സാൽവേഷൻ ആർമിയിലെ ശുശ്രൂഷകരും. ഇങ്ങനെയുള്ള ആൾക്കാരെ തേടി പിടിച്ച് അവർക്ക് സംരക്ഷണം ചെയ്തവരെ. എല്ലാ ചരിത്രമൊന്നും ഞാൻ വിവരിക്കുന്നില്ല. ഒരു സായിപ്പ് വണ്ടിയെ പോയപ്പം കാളയോട് കൂടെ കണ്ടത്തില് ഒരു വശത്തെ കാളയും ഒരു വശത്തും മനുഷ്യനും കണ്ട ഒഴുക. സായിപ്പന്മാരുള്ള കാലമാണ്. സായിപ്പ് വണ്ടി നിർത്താൻ പറഞ്ഞു. നിർത്തിവെച്ച് പറഞ്ഞു, ആ മനുഷ്യനെ ഇഞ്ഞ് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. കാള അവിടെ നിന്നോട്ടെ. ചേറി പൊതിഞ്ഞിരിക്കുക. ആ മനുഷ്യനെ സായിപ്പ് വണ്ടിയെ കയറ്റി. ചേറി കുഴഞ്ഞിരിക്കുക. കുഴവല്ലായിരുന്നു. കാളയ്ക്കൊപ്പം നിന്ന് കണ്ടം പൂട്ടി വിടുക. ആ മനുഷ്യനെ വണ്ടിയെ കയറ്റി ബംഗ്ലാവിൽ കൊണ്ടുപോയി തേച്ച് കുളിപ്പിച്ച്, സോപ്പൊക്കെ ഇട്ട് തേച്ച് കുളിപ്പിച്ച്, നല്ല വസ്ത്രമൊക്കെ കൊടുത്ത്, ഭക്ഷണവും കൊടുത്ത്, അതിനുശേഷം പുള്ളിക്ക് അക്ഷരം പറഞ്ഞു കൊടുത്തു. അക്ഷരം എഴുത്തും വായന അക്ഷരം പറഞ്ഞു കൊടുത്തു. ആശാൻ പണ്ട് എഴുതിയായിരുന്നല്ലോ, അക്ഷരം എന്നത് അറിവിയിലെ ചാത്തന് യക്ഷിയും പേയും ഇവർക്ക് ദൈവം. എഴുത്തും വായന അറിയാമല്ലോ, അതുകൊണ്ട് യക്ഷിയും പേയും എല്ലാം ദൈവമാണെന്ന് പറഞ്ഞിരിക്കുക. അക്ഷരം സുവിശേഷം. ഞാന് എല്ലാ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. എനിക്ക് തോന്നുന്നു വില്യം കേറിയാന്ന് തോന്നുന്നു, യാത്ര ചെയ്തു വന്ന കൊണ്ടുപോവുക കൊച്ചു പെൺകുട്ടി. അപ്പം അദ്ദേഹത്തിന് തോന്നി ഇതെന്തുവാണെന്ന് അറിയണമല്ലോ. പുറകെ പോയപ്പോൾ ഒരു വീട്ടിൽ വലിയ ചടങ്ങ് നടക്കുക. ഒരു ഡെഡ് ബോഡി കിടക്കുന്നു. ആ ഡെഡ് ബോഡി ദഹിപ്പിക്കാനാ കിടക്കുന്നു. അതിൻ്റെ മുകളിലോട്ട് ഈ പെൺകുട്ടീനെയും പിടിച്ച് കിടത്തി വള്ളി കൊണ്ട് വരിഞ്ഞു കെട്ടി അത് കിടന്ന് പ്രാണം തല്ലുക, വിടുകയല്ല. അപ്പൊ എന്നെ ആ കിടക്കുന്ന ഡെഡ് ബോഡി 80 വയസ്സ് പ്രായമുള്ളതാ. ഈ കൊണ്ട് കിടത്തിയ പെൺകുട്ടിക്ക് 20 വയസ്സില്ല. അത് അപ്പനും വല്യപ്പനും അല്ല, ഭർത്താവ് ചത്ത് കഴിയുമ്പോൾ ഭാര്യ ആ ചിത ചാടി മരിക്കണം. കൊച്ചു പെൺകുട്ടി ആയതുകൊണ്ട് സാധ്യമല്ലെന്ന് പറഞ്ഞു അതിനെ ഓടിച്ചിട്ട് പിടിച്ച്, ഇത് ചരിത്രമാണ് കേട്ടോ, ചെതയെ കൊണ്ട് കിടത്തി. ഇരുട്ട് അത് പറയാനാ പറഞ്ഞു. ചെതയെ കൊണ്ട് കിടത്തി വരിഞ്ഞു കെട്ടി, മേളി വിറകെല്ലാം കൊണ്ട് നടുക്കി, നെയ്യും തത്തുല്യമായ കാര്യങ്ങളൊക്കെ ചെയ്ത് അതെല്ലാം വിളിച്ചു പോയി കത്തിച്ചു കളഞ്ഞു. ഇതുപോലെ അന്ധകാരം പിടിച്ചൊരു കാലം. ഞാൻ ചരിത്രത്തിലോട്ടൊന്നും പോകുന്നില്ല, നിങ്ങൾക്ക് ചരിത്രം പഠിക്കുന്നവർക്കറിയാം. തന്നെയല്ല, അതിന് ഇപ്പൊ ഉള്ള സമയവും കൂടെ അല്ലല്ലോ. അങ്ങനെയുള്ള അതിന്റെ പേര് ആ സതി. നമ്മുടെ തെക്കേലെ സതിയുടെ കാര്യമല്ല പറഞ്ഞ്. സതി മിക്കവാറും വല്യപ്പനെ കത്തിക്കാൻ സാധ്യത. ആ സതിയുടെ കാര്യമല്ല പറഞ്ഞു. ഇതൊരു ആചാരം, അന്ധകാരം.
അതിന് നിർത്തൽ വരുത്താൻ ഇടയാക്കിയതിന്റെ മൂല കാരണം സുവിശേഷം വന്നതാണ്. സുവിശേഷം ഇരുട്ട് മാറ്റും. ഇന്ന് വല്ലോ നിങ്ങളെ വല്ലോ അങ്ങനെ പിടിച്ച് കിടത്തുക എന്നല്ലോ, നല്ല ഏലായി, അവനെ ആദ്യം കത്തിച്ചേച്ചേ നിങ്ങൾ. അല്ല, അങ്ങനത്തെ കാലമായിരുന്നു ഇരുട്ട്, അന്ധകാരം. അപ്പൊ ജീവിതത്തിന്റെ, രാജ്യങ്ങളുടെ, സംസ്ഥാനങ്ങളുടെ ഒക്കെ ഇരുട്ട് മാറ്റുന്ന മാർഗം ആ സുവിശേഷം. വലിയ വലിയ വീട്ടിലൊന്നും ചെന്ന് കയറാനൊക്കത്തില്ല, അയിത്തം. എന്റെ വല്യമ്മച്ചി ഇപ്പോഴും ഉണ്ട്, 107 വയസ്സുണ്ട്, 107. നിങ്ങൾ ഓർക്കുന്ന തള്ള എവിടെ കണ്ട് ബോധമില്ല, തളർന്ന് കിടക്കുകയാണ്, നല്ല ശേലായി, കുതിര പോലെ നിൽക്കുന്നത്. അപ്പൊ നല്ല ഓർമ്മയാണ്. അപ്പൊ പഴയ ചരിത്രമൊക്കെ പറഞ്ഞു തരും. അപ്പൊ അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്, അമ്മച്ചിയുടെയൊക്കെ കൊച്ചുനാളിലും അവരുടെ അപ്പച്ചൻ്റെയൊക്കെ കാലത്ത് എല്ലായിടത്തും ഒന്നും ചെല്ലാനും സംസാരിക്കാനും ഒന്നും ഒക്കത്തില്ല, വഴി നടക്കാനൊക്കത്തില്ല. വലിയ വലിയ വീടുകളെ കയറ്റുകയില്ല, അഥവാ കയറ്റിയാലും മുറ്റത്ത് പോലും കയറ്റുകയില്ല. അന്നൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മുറ്റത്ത് കുഴി കൊത്തി ഇല കൂട്ടി വെക്കും, അതിനകത്താണ് കൊടുക്കുന്നത്. ഭക്ഷണം കൊടുക്കുകയില്ല. അയിത്തമുള്ള കാലമാണ്. പാടത്ത് പണിയെടുക്കണം. കുട്ടനാടാ എൻ്റെ വീട്. രാവിലെ പാടത്ത് പണിയെടുക്കണം. പണിയെടുത്താൽ സന്ധ്യ ആയാലും കയറ്റി വിടുകയില്ല. എന്നൊക്കെ കൂലിയാൻ കണക്കിന്, അമ്മച്ചിക്ക് എടുക്കാൻ കൂലിയാ അല്ലേ, കൂലിയാൻ കണക്കിനാണ് നെല്ല് കൊടുക്കുന്നത്. അത് സന്ധ്യ ആകുമ്പോഴാണ് വരമ്പത്ത് കയറുമ്പോൾ ഈ നെല്ല് കിട്ടുന്നത്. സന്ധ്യ വരെയും വല്യമ്മച്ചിയൊക്കെ പാടി പണിയെടുക്കുന്നവരാ. പാട്ട് പാടും, നന്നായിട്ട് പാട്ട് പാടും. അതിൻ്റെ ഒരു ചെറിയ ഒരു ലാഞ്ചന എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാടത്തില്ല, പാടാൻ അറിയത്തുമില്ല, ട്യൂണും സ്വരവും ഒന്നുമില്ല. അനിലുണ്ടായിരുന്നല്ലോ നമ്മുടെ, എന്ത് ചെയ്യും, എവിടെ പോയി? അതാണ് അനിലിൻ്റെ വീട്. ആയിക്കോട്ടെ, അവരൊക്കെ നന്നായിട്ട് പാടുന്നവരാ. അപ്പൊ ഞാൻ പാടത്തില്ല എങ്കിലും വല്യമ്മച്ചി നന്നായിട്ട് പാട്ട് പാടും, വല്യമ്മച്ചിയും ചേട്ടത്തിയൊക്കെ. അപ്പൊ പാടി പണിയെടുക്കുന്നവരാ. നാടൻ പാട്ടുകളും പുരാണ കഥകളൊക്കെ പാടും. അപ്പോഴേ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അങ്ങനെ സന്ധ്യ ആകുമ്പോഴാണ് കയറി വരുന്നത്. അപ്പൊ സന്ധ്യ ആകുമ്പം കൂലിയാൻ കണക്കിന് നെല്ല് കൊടുക്കും. അത് വീട്ടിൽ കൊണ്ടുവന്ന് സന്ധ്യ കഴിയും വീട്ടിൽ വരുമ്പോൾ വറുത്ത് കുത്ത് കാണാം. വറുത്ത് കുത്തി പാറ്റിപ്പറുക്കി കഞ്ഞി വെച്ച് എന്തോ ഒരു ബുദ്ധിമുട്ടുകളാണ് അനുഭവിച്ചത്, ഒത്തിരി ബുദ്ധിമുട്ടുകൾ. അത് 5-1 സമരം ചെയ്തു, പിന്നെ 7-1 നേരത്തെ അതിനായിരുന്നു. പഴയ ആൾക്കാർക്ക് പറയുന്നത് പെട്ടെന്ന് പിടി കിട്ടും. സമരം ചെയ്ത് 5-1 വന്നു. പിന്നെ അത് പറഞ്ഞ് ഒരു കാപ്പിന് അതിന്റെ കുറ്റിയും ചങ്ങടിക്കൊള്ളും വേറെ തരാൻ പറഞ്ഞു. സമരം ചെയ്തത്, അതൊന്നും ഞാൻ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇതിനെല്ലാം മാറ്റം വരുത്താനിടയായത് സുവിശേഷം വന്നതുകൊണ്ടാണ് ഈ പറഞ്ഞത്. പള്ളിക്കൂടത്തിൽ കയറ്റുകയില്ലായിരുന്നു. പണ്ടൊരു പെൺകുട്ടിയെ പള്ളിക്കൂടത്തിൽ എടുത്തതിന് പള്ളിക്കൂടത്തിന് തീ വെച്ചു. കാരണം താഴേക്കിടയിൽപ്പെട്ട പെൺകുട്ടിയെ പഠിപ്പിക്കാൻ ഒക്കത്തില്ല, അതിന് പള്ളിക്കൂടത്തിന് അങ്ങ് തീ വെച്ചു. അങ്ങനത്തെ കാലം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനെല്ലാം മാറ്റം വരുത്തിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. പള്ളിക്കൂടം പണിതു, പള്ളിക്കൂടത്തിൽ കൊണ്ട് പെൺകുട്ടിയെ ഇരുത്തി, പെൺകുട്ടിയുടെ പേര് പഞ്ചമി. അപ്പൊ അന്നത്തെ നായർ പ്രമാണിമാരും ദേശത്തെ വലിയ വലിയ പ്രമാണിമാരും പള്ളിക്കൂടത്തിന് തീ വെച്ചു. എന്ന് പറഞ്ഞാൽ സാധുവർഗക്കാർ പഠിപ്പിക്കുകയല്ല. സംസ്കൃതം ദേവഭാഷയാണ്, ദേവഭാഷ, ദേവന്റെ ഭാഷ. അത് അധസ്ഥിതം ചൊല്ലരുതെന്ന, ചൊല്ലിയാൽ അവന്റെ നാക്ക് പിടിതെടുക്കണം, കേട്ടാ ചെവിക്കൊക്കെ തീയ ഒരുക്കി ഒഴിക്കണം. അതൊക്കെ അവർ ചൊല്ലിക്കോളും. ഇപ്പോഴും അങ്ങനെയൊക്കെ ചില തർക്കവും വാദമൊക്കെ ചില വിഷയത്തോട് ബന്ധപ്പെട്ടൊക്കെ നടക്കുന്നുണ്ടല്ലോ. ചിലടത്ത് ചിലരെ കയറ്റുകയില്ല, ചില കാര്യങ്ങൾ ചിലരെ അടുപ്പിക്കത്തില്ല, ചില കാര്യങ്ങൾ ചെയ്യാൻ എന്നെ എല്ലാവരും ഇങ്ങനെ പമ്മിയിരിക്കുന്നേ, ഒന്നും ഒപ്പിക്കുന്നില്ല. ദൈവത്തിന് മരണം. ചില ഇടങ്ങളിൽ ചിലക്ക് ചെല്ലാനൊക്കത്തില്ല, കയറാനൊക്കത്തില്ല, കയറ്റുകയല്ല. പിന്നെ കയറുമെന്നും പറഞ്ഞ് ചിലർ പാടി നടക്കുന്നുണ്ട്. ഒരു ദിവസം ഞാൻ പോകുമെന്നൊക്കെ മിക്കവാറും, എവിടാന്നോ എങ്ങോട്ടാന്നോ കയറ്റുകയല്ല. കയറ്റു വന്നിട്ട് സന്തോഷി. അടുത്ത സമയത്തും വാർത്ത കണ്ടതല്ലേ, ഒന്നും ഞാൻ പറയുന്നില്ല. പുള്ളി പറഞ്ഞു എനിക്ക് എന്നാ ഇനി ജോലി വേണ്ടാന്ന് പറഞ്ഞു. വാർത്ത വായിച്ചില്ല ഇതൊന്നും. പിന്നെ പക്ഷെ ഇതിനെല്ലാം മാറ്റം വരുത്തിയത് ഈ സുവിശേഷം വന്നത് കൊണ്ടാണ്. 2 അക്ഷരം കൂടെ അത് അങ്ങനെ ഇരുന്നപ്പോൾ ആ CMSലെ സാൽവേഷൻ ആർമിയിലെ മിഷണറിമാര് വന്ന് എത്രയോ താഴേക്കിടയിൽപ്പെട്ടവരെ പള്ളിയോട് ചേർത്ത് പള്ളിക്കൂടം പണിത് അക്ഷരം പഠിപ്പിച്ച് വിദ്യ കൊടുത്തു. അവിടെ പോകുമൊക്കെ കണ്ടോ, അത് വിവരം ഉണ്ടായതിൻ്റെയാണ്. എനിക്ക് വലിയ അഭിമാനമാണ്. ചില സ്റ്റാറും ഒക്കെ വെച്ചുള്ള പോക്കൊക്കെ കണ്ടാൽ അതുപോലെ നല്ല ദൈവത്തിന് മകത്തും ഈ സുവിശേഷം വന്നത് കൊണ്ടാണ്. ദൈവത്തിന് അന്തസ്സായിട്ട് വസ്ത്രം കൊടുത്തേ. ഈ മുണ്ട് ഞാനിപ്പം നല്ല വൃത്തിയായിട്ടാണ് കൊടുത്തേക്കുന്നത്, അല്ലെ കാണായിരുന്നു, മനസ്സിലായി? ഇതിപ്പം നല്ല വൃത്തിയായിട്ടാണ് നേരും ചുവനത്ത് ഈ ഞാൻ തെളിച്ച് പറയാ എല്ലായിടത്തും പറയാനുള്ള. എൻ്റെ വല്യപ്പൻ്റെ അപ്പന് പണ്ട് കാലത്ത് ഇതുപോലെ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കാനൊക്കത്തില്ലായിരുന്നു.
വഴി കൂടെ. ഒരു 150 കൊല്ലം മുമ്പ് എന്റെ വല്യപ്പന്റെ അപ്പന് ഇതുപോലെ വെള്ളത്തുണി ഒന്നും കൊടുത്തോണ്ട് റോഡിൽ കൂടെ നടക്കാനൊക്കത്തില്ല, നടത്തത്തില്ലായിരുന്നു. കാരണം വെള്ളവസ്ത്രം താഴേക്കിടയിൽപ്പെട്ടവര് ധരിക്കരുത്. അഥവാ ധരിക്കണമെന്ന് ഭൂതി ഉണ്ടായാൽ ചെളി കരിവാരി തേക്കണം. അമ്മയൊക്കെ നല്ല അന്തസ്സായിട്ട് പണ്ട് അമ്മയുടെ വല്യമ്മയുടെ അമ്മയ്ക്കൊന്നും ഇങ്ങനെ വെള്ളവസ്ത്രം ഒന്നും കൊടുത്തോണ്ട് എന്റെ വല്യമ്മയുടെ അമ്മയ്ക്കും അല്ലെ എന്റെ വല്യപ്പന്റെ അപ്പനും അമ്മച്ചിയുടെ വല്യപ്പന്റെ അപ്പനും ഒന്നും ഇങ്ങനെ വെള്ളവസ്ത്രം അതിന്റെ എല്ലാം കേട് തീർത്താ ഞങ്ങൾ രണ്ട് നല്ല ഇഷ്ടം പോലെ വെള്ളത്തുണി. കാരണം ഇത് എല്ലാം കൂടെ 10-12 മീറ്റർ ഉണ്ട്. അതെല്ലാം കൂടെ 5-3 8 കാണും. ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഇപ്പൊ ഒരു 10-20 മീറ്ററോളം വെള്ളത്തുണി. അതിന്റെ എല്ലാം കേട് തീർത്ത് ഇനി നമുക്ക് കുറച്ചുകൂടെ കൈ നൂറ്റിക്കോണം കേട്ടോ. ഞാനും ഇച്ചിരി കിട്ടാൻ പോവുക. എല്ലാം മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ആണ്ടിരിക്കുന്നവരമ്മ വേണ്ടിരിക്കുന്നവരമ്മ രണ്ടിനെയും കൂടെ നോക്കിക്കേ അല്ലേ? ആണ്ട തലേ തുണി വടിയായിട്ടിരിക്കുന്ന അമ്മ ഈ അമ്മയും കൂടെ നോക്കി. ഇതാ സുവിശേഷത്തിന്റെ വിശേഷത, ഇതാ സുവിശേഷത്തിന്റെ ശ്രേഷ്ഠത. ദൈവത്തിന് മഹത്വം. ഇരുട്ട് മാറ്റുന്ന മാർഗമാ സുവിശേഷം. ദേശത്തിന്റെ, രാജ്യത്തിന്റെ, രാഷ്ട്രത്തിന്റെ, സമൂഹത്തിന്റെ ഇരുട്ട് മാറ്റുമെന്ന്. നല്ല വസ്ത്രം ധരിക്കാനിടയായത് സുവിശേഷം വന്നതുകൊണ്ടാണ്. മാന്യമായിട്ട് ഇടപെടാനും സംസാരിക്കാനും സഹകരിക്കാനും ഇടയായത് സുവിശേഷം വന്നതുകൊണ്ടാണ്. പ്രോസ്പിരിറ്റി ഒന്നും പറയില്ല. അതാണ്ട് വിമാനത്തെ കയറിയാച്ചാ വന്നിരിക്കുന്നത് ഇല്ലയോ? ഈ അമ്മയുടെ കാര്യം എനിക്ക് എല്ലാം അറിയത്തില്ല. ഞാൻ പണ്ട് പള്ളിക്കൂടത്തി ഇരുന്നപ്പം ചെറിയ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സാറ് മലയാളം പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം അന്ന് ബെഞ്ചേ ഉള്ളു, ഡെസ്ക് ഇല്ല. ബെഞ്ചും അത്ര നല്ലതൊന്നുമല്ല. 4ാമത്തെ ബെഞ്ചിലാണ് ഞാനിരിക്കുന്നത്. അപ്പൊ അറിയാമല്ലോ അവിടെ ഇരിക്കാൻ കാര്യമെല്ലാം ഒന്നും വിവരിക്കണ്ടല്ലോ. അതാ 4ാമത്തെ ബെഞ്ച്. അപ്പം അവിടെ വലിയ ജനല. അപ്പൊ സാറ് നളചരിതം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. നളചരിതം അപ്പൊ നന്നായിട്ട് ചൊല്ലി പഠിപ്പിക്കുക. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാന് വെളി ശബ്ദം കേൾക്കാം. അപ്പൊ ഞാന് മേളിലോട്ട് ഇങ്ങനെ നോക്കി, ജനലിൽ കൂടെ നോക്കിയപ്പം വിമാനം പോകുക. പക്ഷെ വിമാനം കാണാൻ മേല, ശബ്ദമേ ഉള്ളൂ. കുറേയേറെ നേരം നോക്കി, വിമാനം കണ്ടില്ല, ശബ്ദം മാത്രമേ ഉള്ളൂ. പക്ഷേ സാർ ഇത് കണ്ടു. സാർ നന്നായിട്ട് ചൊല്ലി പഠിപ്പിക്കുക. ചലതല ജങ്കാരം ചെവികളിൽ അങ്ങനെ നിർത്താനാണോ പറഞ്ഞത്? കുഴപ്പമില്ലല്ലോ, ചൂടെ പറയാമോ? ഇത് നിൽക്കാൻ സാധ്യതയുണ്ടല്ലേ? എന്നാ നമുക്ക് നിർത്തിയേക്കാം. എന്നാ പിന്നെ അതാ നല്ലത്. അല്ല പിന്നെ എല്ലാം ഇരുട്ട് തപ്പി പോവുകയും ചെയ്യണം. ഒറ്റ വാക്കി പറഞ്ഞു നിർത്താം. എല്ലാവർക്കും ആവശ്യമാണ് സുവിശേഷം. എന്തുവാ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല എണ്ണവും കേൾക്കണം. കേട്ടാലുള്ള ധാരാളം ഗുണത്തിൽ ഒന്നേ പറയാനത്തുള്ളൂ, ഇരുട്ട് മാറ്റും. 5 പൈസ മുടക്കണ്ട, കാശ് മുടക്കണ്ട. ഇന്ന് രാത്രി ഹൃദയം കർത്താവിന് കൊടുക്ക. എന്റെ യേശുവേ എന്നെ രക്ഷിക്കണം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണടച്ചാട്ടെ. ഈ ഭവനത്തെ, കർത്തദാസിയെ, തലമുറകളെ, വാക്യം വായിച്ച സഹോദരിമാരെ, മൈക്ക് ഓപ്പറേറ്റ് ചെയ്തവരെ, ഈ വീഡിയോ പകർത്തിയവരെ, സമീപ ഭവനങ്ങളിലുള്ളവരെ, ഇന്ന് ഈ കസേരയിലിരിക്കുന്നവരെ, ഓൺലൈനിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ പാർക്ക് എല്ലാവരെയും ഇന്ന് രാത്രി ദൈവം അനുഗ്രഹിക്കട്ടെ. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തിന്റെ മഹത്വം. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തെ സ്തുതിക്കാം.